കാരുണ്യവാനായ ഈശോയെ, ഇന്ന് ഈ വചന ധ്യാനത്തിൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് നൽകുന്ന വൈദികരെയും സന്യസ്തരെയും പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിലെല്ലാ സഭാ ശുശ്രൂഷികളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം, വിശുദ്ധന്മാരുടെ മാധ്യസ്ഥം, കാവൽ മാലാഖമാരുടെ കരുതൽ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷ ഉണ്ടാകണമേ. ഞങ്ങളുടെ സഭ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ വർഷം വചനത്തെക്കുറിച്ച് പഠിക്കുവാനും പ്രത്യാശയുടെ തീർത്ഥാടകരായി ലോകം മുഴുവൻ കത്തോലിക്ക സഭ 2025 ജൂബിലി ആഘോഷിക്കുമ്പോൾ പ്രത്യാശയുടെ സംവാഹകരായി തീരുവാനും പ്രത്യാശയുടെ തീർത്ഥാടകരായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും ഊടുവഴികൾക്ക് പ്രകാശവുമായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, യുവാക്കളെ യുവതികളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ മരണപ്പെട്ടുപോയവരെയും പ്രത്യേകമായി അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ ദൈവവും മാതാവും സകല ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും വേണ്ടി സമർപ്പിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ മാതാവേ, ധൈര്യം പ്രാപിച്ച് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ എടുത്തിരുന്നു. പാപിയായ ഞങ്ങളോട് കണ്ണീരോട് കൂടെ നിന്റെ ധ്യാനിക്കത്തെ പ്രതീക്ഷ സന്നിധി നിൽക്കുന്നു. അവതരിച്ചവനത്തിന്റെ മാതാവേ ദയാപൂർവ്വം കേട്ടളയണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആമീൻ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഈ വചനവർഷ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ആദരപൂർവ്വം നമ്മുടെ എല്ലാ കൂട്ടായ്മകൾക്കും വേണ്ടി, നമ്മുടെ 7 കൂട്ടായ്മകൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ലിപ്പച്ചൻ്റെ പ്രേമച്ചനെ കുർബാനയ്ക്ക് പോയിരിക്കുകയാണ്. മറ്റ് പങ്കെടുക്കുന്ന ബ്രിസ്ബണിലെയും കാൻബറയിലെയും പെർത്തിലെയും അതുപോലെ തന്നെ സിഡ്നിയിലെയും അഡ്ലൈഡിലെയും മെൽബണിലെയും മുഴുവൻ അൽമായ സഹോദരങ്ങളെ ദൈവനാമത്തിൽ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വെൽക്കം. താങ്ക് യു. So let us start with our topic on the class 17. 17ാമത്തെ നമ്മുടെ എപ്പിസോഡാണ്. We will start with the episode of 17. ഇത് പ്രധാനമായും ജോഷുവയുടെ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ 73 പുസ്തകങ്ങളുള്ളതായിട്ട് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുണ്ട്. 47 പഴയ നിയമ പുസ്തകങ്ങളും 26 പുതിയ നിയമ പുസ്തകങ്ങളും, അങ്ങനെ 73 പുസ്തകങ്ങളിലെ പഞ്ചഗ്രന്ഥികളെ കുറിച്ച് വിശദമായി നമ്മളൊരു പഠനം കഴിഞ്ഞു. അതിൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം, ജോഷുവ, നിയമാവർത്തനം എന്നീ പുസ്തകങ്ങളും, തുടർന്നുള്ള ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, സാമുവല് 1-2, രാജാക്കന്മാർ 1-2, ദിനവൃത്താന്തം 1-2, എസ്ര, നെഹമ്യ, ഈ പുസ്തകങ്ങളാണ് ഈ ഒരു ശ്രേണിയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ പുസ്തകങ്ങളെ നമ്മൾ പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നത് ചരിത്രപരമായ പുസ്തകങ്ങൾ എന്നാണ്. ചരിത്രപരമായ പുസ്തകങ്ങൾ. അപ്പൊ പഞ്ചഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ കഴിഞ്ഞത്. പഞ്ചഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനം പലരിലൂടെ നമ്മളത് കേട്ടു. 1 മുതലുള്ള എപ്പിസോഡിൽ, ഇത് 17ാമത്തെ എപ്പിസോഡാണ്. 17ാമത്തെ എപ്പിസോഡിൽ പ്രധാനമായും ജോഷുവയുടെ പുസ്തകത്തെ എന്തെല്ലാം കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ജോഷുവയുടെ പുസ്തകം നമുക്കറിയാം. ജോഷുവയുടെ പുസ്തകം മൊത്തം 20. കേൾക്കാമോ? അച്ഛാ, ഞാൻ ജോജിയാണ്, ബ്രിസ്ബൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അപ്പൊ പ്രേമച്ചൻ എന്നെ അടുത്ത് എപ്പിസോഡ് 16 കവർ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇല്ലായിരുന്നു, 17 എടുക്കാനാ പറഞ്ഞേ. ആണോ? എന്റെ അടുത്ത് അപ്പം 16, അതായത് ഡ്യൂട്ടറോണോമി തൊട്ട് എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് ഞാൻ കൺഫേം ചെയ്തത്. അത് കറക്റ്റാണ് ജോജി, അത് കറക്റ്റാണ്. അച്ഛൻ ഇപ്പൊ നേരത്തെ പോകേണ്ടത് കൊണ്ട് അച്ഛൻ 17 ഫിനിഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് കൺഫേം ചെയ്തേ ഉള്ളൂ. ഡ്യൂട്ടറോണമി ആരാ എടുക്കുന്നേ? 16 ആണ് ഡ്യൂട്ടറോണോമി. അത് എന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞായിരുന്നു പ്രേമച്ചൻ. പക്ഷെ എന്നോട് പറഞ്ഞ 17 എടുക്കാനാ പറഞ്ഞു ജോഷുവ. അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അച്ഛൻ അങ്ങ് എടുത്തോ. കുഴപ്പമില്ല, അച്ഛൻ കഴിഞ്ഞിട്ട് ഞാൻ പ്രസന്റ് ചെയ്തോളാം. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞോണ്ടാ മതി. ഞാൻ ഇൻട്രഡക്ഷനിൽ സൂചിപ്പിക്കത്തേ ഉള്ളൂ. അപ്പം നിയമാവർത്തന പുസ്തകം എടുക്കാനായിട്ട് സാധിക്കും ജോജിക്ക്. ഓക്കെ. അപ്പം ജോഷുവയുടെ പുസ്തകത്തിലെ പ്രധാനമായിട്ട് 24 അധ്യായങ്ങളുള്ള ഒരു ബുക്കാണ്. അതിലെ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ വാഗ്ദത്ത ഭൂമി ആക്രമിച്ച് കീഴടക്കുന്നതിനെ കുറിച്ചും, പ്രത്യേകിച്ച് അസീറിയൻസുമായിട്ട് മെസപ്പൊട്ടേമിയൻസുമായിട്ടുള്ള യുദ്ധങ്ങൾ, ദേശം ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുന്നത് 13 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ,
23 മുതൽ 24 വരെയുള്ള ജോഷയുടെ അന്ത്യശാസനവും ഷെക്കേമിൽ വെച്ചുള്ള ഉടമ്പടി നവീകരണം, ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകങ്ങളെ പ്രത്യേകമായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട 1-2 സംഗതികൾ. 3 ഭാഗങ്ങളായിട്ടാണ് ഈ ജോഷയുടെ പുസ്തകത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് ഹിസ്റ്റോറിക്കൽ ബുക്സ്, 2 തിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ജോഷുവ, 3 ഫോർമർ പ്രോഫറ്റിക് ബുക്സ് അല്ലെങ്കിൽ ആദ്യകാല പ്രവാചക ഗ്രന്ഥം. ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഈ പുസ്തകത്തെ നമ്മൾ പഠിക്കുന്നത്. ചരിത്രപരമായ പുസ്തകങ്ങളിൽ നമ്മൾ ബുക്ക് ഓഫ് ജോഷുവ, ന്യായാധിപന്മാരുടെ പുസ്തകം, 1-2 രാജാക്കന്മാരുടെ പുസ്തകം, 1-2 സാമുവേലിന്റെ പുസ്തകം, എസ്ര, നെഹമ്യ, മക്കബീസ്, മക്കബായരുടെ 1-2 പുസ്തകങ്ങൾ, ഇത് തുടർച്ചയായിട്ടാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അപ്പോൾ ചരിത്രപരമായ പുസ്തകങ്ങളുടെ പഠനമാണ് പഞ്ചഗ്രന്ഥികളിലെ നിയമാവർത്തനം അല്ലെങ്കിൽ ഡ്യൂട്രോണമി, ആ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. അതിന്റെ തൊട്ടടുത്ത ജോഷുവ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നത് ഡ്യൂട്രോണമിയുടെ ഒരു തുടർച്ചയാണ്. ഡ്യൂട്രോണമി നമ്മൾ എടുത്തില്ല, അത് ജോജി എടുക്കും. ഇറ്റ്സ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ഡ്യൂട്രോണമി അല്ലെങ്കിൽ നിയമാവർത്തന പുസ്തകത്തിന്റെ ഒരു തുടർച്ച എന്ന് വേണം ഈ പുസ്തകത്തെ നമുക്ക് വിളിക്കാം. രണ്ടാമതായിട്ട് ഈ പുസ്തകത്തെ പുറപ്പാട് പുസ്തകത്തിന്റെ പൂർണ്ണത എന്ന് നമുക്ക് വിളിക്കാം. പുറപ്പാട് പുസ്തകത്തിന്റെ പൂർണ്ണത, അതായത് കൾമിനേഷൻ ഓഫ് എക്സഡസ്. ഇങ്ങനെ 2 തലങ്ങളിലാണ് ഈ പുസ്തകത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. ചരിത്രപരമായ പുസ്തകങ്ങളിലാണ് ജോഷുവയുടെ പുസ്തകം ഉൾക്കൊള്ളുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും ജോഷുവയുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം, നെഹമ്യ, എസ്ര, രാജാക്കന്മാർ 1-2, സാമുവേൽ 1-2, മക്കബായർ 1-2, ഇങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ഈ ചരിത്രപരമായ പുസ്തകങ്ങളിൽ നമ്മൾ പഠിക്കുന്നത്. ചരിത്രപരം എന്ന് ഉദ്ദേശിക്കുന്നത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബുക്സാണ് കൂടുതലും ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഹിസ്റ്ററിയാണ് കൂടുതൽ. അതായത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനത്തിലൂടെ വരുന്ന ഇസ്രായേൽക്കാരുടെ ചരിത്രം, അവരുടെ ജീവിതം, അവരുടെ ജീവിതത്തിന്റെ തുടർച്ച, അവർ നേരിടുന്ന വെല്ലുവിളികൾ, അവർ നേരിടുന്ന യുദ്ധങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. അപ്പം ഫറവോ രാജാവ് ഈജിപ്റ്റ് ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുന്നത്? അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മോശയോട് ചോദിക്കുന്നുണ്ട് ഫറവോ, നിങ്ങൾ എന്തിനാണ് വാഗ്ദത്ത ഭൂമിയിലേക്ക് അല്ലെ കനാൻ നാട്ടിലേക്ക് പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ രാജാവായ ദൈവത്തെ ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ആരാധിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം മോശ ചോദിക്കുന്നുണ്ട്, മോശയോട് ഫറവോ ചോദിക്കുന്നുണ്ട്, പുരുഷന്മാർ മാത്രം പോയാൽ പോരെ? അപ്പോൾ അവർ പറഞ്ഞു, പുരുഷന്മാർ മാത്രം പോയാൽ പോരാ, സ്ത്രീകളെയും വിടണം, കുട്ടികളെയും വിടണം. ഞങ്ങളുടെ രാജാവിനെ, ഞങ്ങളുടെ രാജാവായ ദൈവത്തെ ഞങ്ങളുടെ സ്ഥലത്ത്, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് പോയി ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ വസ്തുവകളെല്ലാം ഇവിടെ ഉണ്ടാകട്ടെ, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ആളുകൾ പോയി ആരാധിക്കാനായിട്ട് പറയും. അല്ല, ഞങ്ങളുടെ വസ്തുവകളോടുകൂടെ ഞങ്ങളുടെ സ്വന്തക്കാരോടുകൂടെ പോയി ആരാധിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പറയും. അങ്ങനെയാണ് ഈ യാത്ര തുടരുന്നത്. എന്ന് മാത്രമല്ല, ഒരു ബലിപീഠം പണിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ബലിപീഠം പണിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഡ്യൂട്രോണമിയുടെ പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഡ്യൂട്രോണമിയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വാക്കുകളുണ്ട്. ഡ്യൂട്രോണമിയിലെ വാക്യങ്ങൾ 18-ാം അധ്യായം 15-ാം വാക്യം, ഡ്യൂട്രോണമി 12-ാം അധ്യായം 5-ാം വാക്യം. അതായത് 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നതാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. അപ്പം ബലിപീഠം സ്ഥാപിക്കുക, അതാണ് ഏറ്റവും. അതായത് നിയമാവർത്തന പുസ്തകത്തിലെ 12-ാം അധ്യായത്തിലെ 5-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇങ്ങനെ പ്രത്യേകമായിട്ട് ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പൊ ആ വാചകത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഓരോ സ്ഥലങ്ങളിലും ദൈവത്തെ ആരാധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ബലിപീഠം പണിയണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക. നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നു, ലോക ചരിത്രം പഠിക്കുന്നു, ഇന്ത്യൻ പഠിക്കുന്നു. ഇസ്രായേലിന്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നത് ഇസ്രായേൽക്കാരുടെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ, അവർ നേരിടുന്ന സംഭവങ്ങൾ, അവരുടെ യുദ്ധങ്ങൾ, അവരുടെ വിഗ്രഹാരാധന, അവരുടെ ഭക്ഷണം ലഭിക്കാതെ ദൈവത്തോട് നിലവിളിക്കുകയും അങ്ങനെയുള്ള സംഭവം, ഇതെല്ലാം ഇതിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഈ ചരിത്രപരമായ പുസ്തകങ്ങൾ വെറും ചരിത്രപരമായ പുസ്തകങ്ങളെല്ലാം തിയോളജിക്കൽ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുന്നത്. തിയോളജിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരുടെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ, അവരുടെ ജീവിതത്തിന്റെ ചരിത്രമാണ് ഇതിൽ പഠിക്കുന്നത്. അതായത് ഡ്യൂട്രോണമിയിലെ 3-ാം നിയമാവർത്തന പുസ്തകത്തിലെ
3-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പാപം ചെയ്തു പോയ ഇസ്രായേൽ ജനം ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തിലേക്ക് അവർ പോകുന്നുണ്ട്. ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തിലേക്ക് അവർ പോയി. അങ്ങനെ വ്യതിചലിച്ചപ്പോൾ ദൈവം ഇവരെ മെസ്സപ്പൊട്ടേമിയക്കാർക്ക് വിറ്റു. കുഷൻ റഷത്തായ് എന്ന് പറയുന്ന രാജാവിന് വിറ്റു ഇസ്രായേൽക്കാരെ. അങ്ങനെ ഇവര് ദൈവത്തോട് വീണ്ടും നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവർക്ക് രക്ഷകനെ കൊടുത്തു. അതാണ് ഒഥനിയേൽ എന്ന് പറയുന്ന രക്ഷകൻ, ഒരു ന്യായാധിപൻ. അപ്പോൾ അങ്ങനെ ഒരു രക്ഷകനെ അവർ കൊടുക്കുകയാണ്. പിന്നെ അങ്ങനെ അവരുടെ ചരിത്രം മുന്നോട്ട് പോകേണ്ടത് സമ്പന്നമായ രാഷ്ട്രത്തെ പിടിക്കുന്നു, അവരുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നു, വിശ്വാസത്തോടെ അവർ മുൻപോട്ട് പോകുന്നു. അവരുടെ വേദനയുടെ ചരിത്രം, ജീവിതത്തിൻ്റെ ചരിത്രം. 490 വർഷങ്ങൾ ഇസ്രായേൽക്കാർ ഈ മരുഭൂമിയിലുള്ള വാഗ്ദാന ദേശത്തുള്ള അവരുടെ യാത്രയാണ് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ പുസ്തകം ജോഷുവയുടെ പുസ്തകം ഡ്യൂട്രോണമി അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ തുടർച്ചയാണെന്നും അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ പൂർണ്ണതയാണ്. അപ്പം മൗണ്ട് നേബോയിൽ അവർ ചെന്ന് കനാൻ നാട് കണ്ട് അവിടെ അവർ പ്രാർത്ഥിച്ച് അതോടുകൂടിയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനിടയ്ക്ക് അവർ അസീറിയക്കാരുമായിട്ടും ബാബിലോണുകാരുമായിട്ടൊക്കെ യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. ചില ഇൻവേഷൻസിൽ വാഗ്ദാന ദേശത്തിന് മുമ്പ് ചില യുദ്ധങ്ങളിലൊക്കെ അവർ വിടുന്നുണ്ട്. അവിടെയൊക്കെ ദൈവം അവർക്ക് കാവലും കരുതലുമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം തിയോളജിക്കൽ ഹിസ്റ്ററി ഒന്നാമത് നമ്മൾ പഠിച്ചത് ചരിത്രപരമായ പുസ്തകങ്ങളെ കുറിച്ചാണ്, ഹിസ്റ്റോറിക്കൽ ബുക്സ്. ആ 5 കുറേ പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പറയും തിയോളജിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ ജീവിതം വഴിയായിട്ട് ഇസ്രായേൽക്കാരുടെ ജീവിതം പഠിക്കുകയാണ്. അതാണ് തിയോളജിക്കൽ ഹിസ്റ്ററി. ഇസ്രായേൽക്കാരുടെ ദൈവബന്ധത്തിൻ്റെ ദൈവശാസ്ത്രം ഇതിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ തിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ എന്ന് നമ്മൾ വിളിക്കുന്നത് 2-ാം ഭാഗത്തിൽ. 3-ാം ഭാഗത്തിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ഫോർമർ പ്രൊഫറ്റിക് ബുക്സ് അല്ലെങ്കിൽ ആദ്യകാല പ്രവാചക ഗ്രന്ഥം എന്ന് വിളിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ജോഷുവ, ആമോസ്, എസ്ര, എസക്കിയേൽ, കുറേ പ്രവാചകന്മാരെ കിട്ടി. എലയ്യ, ഏലീഷ, ഏലിയ, ഏലീശ, ആമോസ്, നാഥാന്, ഹോസിയ, ജോയേൽ, ജോന, നാഹും, ഒബദിയ, ഇങ്ങനെയുള്ള പ്രവാചകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ 3-ാം ഭാഗത്തിൽ. അതായത് ആദ്യകാല പ്രവാചക ഗ്രന്ഥം എന്നാണ് 3-ാം ഭാഗത്തിൽ ഈ പുസ്തകത്തെ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഫോർമർ പ്രോഫറ്റിക് ബുക്സ് അല്ലെങ്കിൽ ചരിത്രപരം എന്ന്. അപ്പോൾ ആദ്യത്തെ വെറും ഹിസ്റ്റോറിക്കൽ ബുക്സ്, 2-ാം ഭാഗത്തിൽ തിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ, ആദ്യ ഭാഗത്തിൽ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ, 2-ാമത് തിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ, 3-ാം ഭാഗത്തിൽ ഫോർമർ പ്രോഫറ്റിക് ബുക്സ് എന്നാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. പിന്നീട് ആരാണ് ഒരു പ്രവാചകൻ എന്നതിനെ കുറിച്ചുള്ള വിശകലനങ്ങളൊക്കെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ ക്ലാസ് വരുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവും. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ഡ്യൂട്രോണമി 18-15 വാക്യങ്ങളിൽ അത് നമ്മൾ കാണുന്നുണ്ട്. ഡ്യൂട്രോണമി പുസ്തകങ്ങളുടെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ പുസ്തകം എന്ന് നമ്മൾ പറയും. അപ്പം ഡ്യൂട്രോണമി എടുക്കുമ്പോൾ ഈ വിഷയം അതിൽ വരുന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല. മോശ എന്നെപ്പോലെ ഒരു പ്രവാചകനാണ്. മോശയെ പറ്റി പറഞ്ഞ എങ്ങനെയാണ്? മോശ എന്നെപ്പോലെ ഒരു പ്രവാചകനാണ്. മോശ ഒരു പ്രവാചകനായിട്ട് അറിയപ്പെടുന്നത്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പറയുന്ന കാര്യങ്ങൾ എന്നുള്ള മാത്രമല്ല, ഈസ് എൻ ഇന്റർപ്രറ്റർ ഓഫ് തോറ. യഹോവയുടെ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ആള്, അതാണ് പ്രോഫറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹു ഈസ് എ പ്രോഫറ്റ് എന്നതിനകത്ത് ചോദിക്കുന്നുണ്ട്. മോശ ഒരു പ്രവാചകനായിട്ടാണ് കാണപ്പെടുന്നത്. മോശ എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ തോറ നിയമങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു ഇന്റർപ്രറ്റർ ആയിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ദൈവികമായ നിയമങ്ങളുടെ വ്യാഖ്യാതാവായിട്ടാണ് മോശയെ കാണുന്നത്. പ്രൈം കമാൻഡ്മെന്റ്സ്. ഈ പ്രൈം കമാൻഡ്മെന്റ് എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ക്ഷേമ പ്രയർ എന്ന് പറയുന്നത് ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതാണ് പ്രൈം കമാൻഡ്മെന്റ്. അത് തന്നെയാണ് ക്ഷേമ പ്രയർ. ദൈവമല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നുള്ള ആ ഒരു പ്രമാണം, പ്രൈം കമാൻഡ്മെന്റ്. ഈ പുതിയ നിയമത്തിൽ നമ്മൾ ഈ സംഭവം കാണുന്നുണ്ട്. ഈശോയോട് ഏതാണ് പ്രധാനപ്പെട്ട കൽപ്പന എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുന്നത് ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, അന്യ ദൈവങ്ങളെ അപ്പൊ ദൈവത്തിൽ ഉള്ള ആരാധനയാണ്, ദൈവത്തിലുള്ള ആരാധന. അപ്പം റോൾ ഓഫ് എ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഈ തോറ ദൈവ നിയമങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുക, ആലോചിതമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വമാണ് ഈ പ്രവാചകന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ യഹോവയുടെ ജനം മോശ ഇസ്രായേൽക്കാരുടെ
അടുത്ത് നിന്ന് ദൈവത്തിന്റെ അടുത്ത് പോയി 10 കൽപ്പനകളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോൾ മോശ കാണുന്ന ഇസ്രായേൽക്കാര് കാളയും കഴുതയൊക്കെ ഉണ്ടാക്കി ആരാധിക്കുന്നതാണ്. മോശ കോപിച്ച് 2 കൽപ്പനകൾ എല്ലാം താഴെ എറിഞ്ഞു കളഞ്ഞ് പൊട്ടിച്ചു കളയുകയും അദ്ദേഹം വളരെയധികം ദുഃഖിതനാവുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും അദ്ദേഹം പോയി 40 രാവും പകലും തീഷ്ണമായി ഇസ്രായേൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വീണ്ടും യഹോവയെ പോയി കണ്ട് ഈ കൽപ്പനകളും വാങ്ങി വീണ്ടും ഇസ്രായേൽക്കാരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പം ആ സംഭവങ്ങളും ഇവിടെ നമ്മൾ കാണുന്നു. ജോഷുവയുടെ പുസ്തകത്തിൽ എന്താണ് പ്രവാചകന്റെ റോള്? ആദ്യകാല പ്രവാചകന്മാരുടെ പുസ്തകം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരുന്നത് ഏലിയ പ്രവാചകന്, ഏശയ്യ പ്രവാചകന്, ആമോസ് പ്രവാചകന്, നാഥാന്, ഹോസിയ, അതുപോലെ തന്നെ ജോയൽ പ്രവാചകൻ, ജോന പ്രവാചകൻ, നാഹും, ഒബോദിയ, ഇവരെല്ലാം ആദ്യകാല പ്രവാചകന്മാരിൽ പെടുന്നവരാണ്. പിന്നെ അവസാനമായിട്ട് നമ്മൾ കാണുന്നത് പൂർവ്വ ജോസഫിന്റെ മരണമാണ് ഈജിപ്തില്. അപ്പം പൂർവ്വ യോസേപ്പിന്റെ മരണത്തില് ആ അസ്ഥികളെല്ലാം ഇസ്രായേൽക്കാര് സംവഹിക്കുന്നുണ്ട്. അസ്ഥികൾ 40 വർഷം അവർ സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും പൂർവ്വപിതാവായ ജോസഫിന്റെ അസ്ഥികൾ അവര് സൂക്ഷിച്ചിരുന്നു. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ അത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു യാത്രയുടെ വിശന്ന് മരുഭൂമിയിലുള്ളവരുടെ യാത്രയെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. 40 വർഷം ഒരു ഭക്ഷണം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവർക്ക് മന്ന നൽകി. വിശന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്നും ഈ ഭക്ഷണം മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് പിന്നെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വിശന്നപ്പോൾ പ്രാർത്ഥന മന്ന നൽകിയപ്പോൾ പറഞ്ഞു നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ് കാടപ്പക്ഷിയെ കൂടെ നൽകുന്നത്. മന്നയും കാടപ്പക്ഷിയെ നൽകുന്നത്. കാടപ്പക്ഷി എന്ന് പറയുന്നത് നമുക്കറിയാം, പിന്നെ അത് പ്രത്യേക തരത്തിലുള്ള ഭക്ഷണമാണ്, യഹോവ നൽകുന്ന ഒരു ഭക്ഷണമാണ്. അത് വിശ്വാസത്തിന്റെ കണ്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി കൂടെയാണ്. ഇസ്രായേലിന്റെ ദൈവവിശ്വാസം ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പെസഹ ആചരണം, 1-ാമത്തെ പെസഹ ആചരണം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. 2-ാമത്തെ പെസഹ ആചരണം നമ്മൾ കാണുന്നുണ്ട്. 3-ാമത്തെ പെസഹ ആചരണം ജോഷുവ 5:10 നമ്മൾ കാണുന്നുണ്ട്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ജോഷുവ നിയമാവർത്തന പുസ്തകത്തിൽ ജോർദാന്റെ മറുകര വരെ എത്തി അവിടെ വിശ്രമിക്കുന്നതായിട്ടും കുറെ നേരം അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ടും നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ജോർദാൻ ഒരു ബോർഡറാണ്. ട്രാൻസ് ജോർഡാൻ എന്ന് പറയുന്ന മോവാബിന്റെ അതിർത്തിയിൽ ചെന്ന് ഇവർ ഇസ്രായേൽക്കാരുടെ നേതൃത്വത്തിൽ കനാൻ നാട് കാണുകയും അവിടെ ജോസഫിന്റെ അസ്ഥികൾ സൂക്ഷിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അവരുടെ ഈ ഇസ്രായേൽക്കാരുടെ മൈഗ്രേഷനാണ്. ഈജിപ്തിൽ നിന്നും ഫറവോന്റെ അടിമത്തിൽ നിന്നുള്ള ഒരു മൈഗ്രേഷൻ നമ്മൾ കാണുന്നത്. നമ്മൾ മൈഗ്രേഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീലങ്കക്കാർ പല രാജ്യങ്ങളിലും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാർ പല രാജ്യങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള ആളുകൾ മലബാറിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പൊ ഈ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവരെ നമ്മൾ കാണാൻ ചെല്ലുമ്പോണ്ടാകുന്ന ഒരു സന്തോഷമാണ് ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നത്. പലപ്പോഴും 430 വർഷം അവർ അടിമകളായിട്ട് താമസിച്ചു. അതിനുശേഷമാണ് ഈ 490 വർഷങ്ങൾ ഇസ്രായേൽക്കാര് മരുഭൂമിയിലൂടെ ദീർഘനാൾ യാത്ര ചെയ്ത് ഒരു മരുഭൂമിയുടെ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മോവാബ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും, അതായത് ജോർദാന്റെ ഒരു ബോർഡറാണ് ഈ ട്രാൻസ് ജോർഡൻ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്തിന് പറയുന്ന മോവാബ് എന്നാണ്. അവിടെ നിന്നുകൊണ്ട് ഒരു കനാൻ നാട് കാണുന്നുണ്ട്. ആ മൗണ്ട് നേബോ എന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഈ മോവാബ് എന്ന് പറയുന്ന പ്രദേശം. അവിടെ നിന്നുകൊണ്ട് അവര് മൗണ്ട് നേബോ, മോവാബ്, ഈ പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് കനാൻ നാട് നമുക്ക് കാണാം. അവിടെ വിശുദ്ധ നാട്ടിൽ പോകുന്നവർക്കൊക്കെ അത് കാണാനായിട്ട് സാധിക്കും. സംഖ്യാപുസ്തകത്തില് ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് 9-ാം അധ്യായത്തില്. അപ്പൊ ഈ ജോഷുവയുടെ നേതൃത്വത്തിലുള്ള മൈഗ്രേഷനാണ്. അത് കനാൻ നാട്ടിലെത്തി അവരൊരുമിച്ച് പ്രാർത്ഥിക്കുകയും ബലിപീഠം പണിയുകയും യഹോവയുടെ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് അവർ ബലി അർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. പിന്നെ ഓരോ ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുന്നു, ഓരോ ഗോത്രങ്ങൾക്കും അന്ത്യശാസ്ത്രം നൽകുന്നു. ഇങ്ങനെയുള്ള ഓരോ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് വാഗ്ദത്ത ഭൂമി, അതായത് 3 ഭാഗങ്ങളായിട്ട് ജോഷുവയുടെ പുസ്തകത്തെ നമുക്ക് ഭാഗിക്കാം. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ വാഗ്ദത്ത ഭൂമി കീഴടക്കുന്നത് 13-22 വരെ ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുന്നു, ഓരോ ഭാഗങ്ങൾ ദേഹിച്ചു കൊടുക്കുന്നത്. 23-24 ജോഷുവയുടെ അന്ത്യശാസ്ത്രവും ഷെക്കേമിൽ വെച്ചുള്ള ഉടമ്പടിയുടെ നവീകരണവുമാണ്. അപ്പം ഇങ്ങനെ ഇസ്രായേൽക്കാരുടെ ഒരു മൈഗ്രേഷനാണ്. അതായത് ലേവ്യ പുസ്തകത്തിന്റെ ഡ്യൂട്ടറോണോമിക് പുസ്തകത്തിന്റെ, നിയമാവർത്തന പുസ്തകത്തിന്റെ ഒരു തുടർച്ചയാണ്. എക്സോഡസ് എന്ന് പറയുന്ന പുറപ്പാട് പുസ്തകത്തിന്റെ ഒരു കൾമിനേഷനാണ്. അപ്പം
ഈ രീതിയിൽ നമുക്ക് ജോഷുവയുടെ പുസ്തകത്തെ വ്യാഖ്യാനിക്കാം. അപ്പൊ ഇവര് വഴിയിൽ നേരിടുന്ന, ഉദാഹരണമായിട്ട് 1-ാം അധ്യായത്തിൽ ഇവർ കാനാനിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്നു. 2-ാം അധ്യായത്തിൽ ജെറീക്കോയിലെ ചാരന്മാരെ കുറിച്ച് പറയുന്നു. 3-ാം അധ്യായത്തിൽ ജോർദാനിലേക്ക് അവരെ കടക്കുന്നു. അതിന് ഇസ്രായേൽക്കാർ ഗിൽഗാലിൽ എത്തുന്നു. സ്മാരക ശിലകള്, ബലിപീഠങ്ങള് സ്ഥാപിക്കുന്നു. ജെറീക്കോയുടെ പതനം, കർത്താവിന്റെ സൈന്യാധിപൻ അവർക്കൂടെ യുദ്ധം ചെയ്യുന്നത്, ആഖാന്റെ പാപം, ഇങ്ങനെ ആയിപ്പട്ടണം നശിപ്പിക്കുന്നത്, ഇതെല്ലാം 8-ാം അധ്യായം നമ്മൾ കാണുന്നു. 9-ാമത് ഗിബെയോന്റെ വഞ്ചന, അമോര്യരുമായിട്ട് ഇസ്രായേൽ പല രാജ്യക്കാരോട് ഇസ്രായേൽക്കാർ യുദ്ധത്തിന് പോകുന്നുണ്ട്. അമോര്യരെ കീഴടക്കുന്ന 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യാബീനും സഖ്യകക്ഷികളും ഇസ്രായേൽക്കാരെ നേരിടുന്നതും, ഇസ്രായേൽക്കാരെ കീഴടക്കിയ രാജാക്കന്മാരുണ്ടായിരുന്നു. പിന്നെ ദേശത്തിന്റെ വിഭജനം ഓരോ ഗ്രൂപ്പിനും. ജോർദാന് കിഴക്ക് രൂബന്റെ ഓഹരി, ഗാദിന്റെ ഓഹരി, മനസായുടെ ഓഹരി. ജോർദാന് പടിഞ്ഞാറുള്ളത് യൂദായുടെ ഓഹരി, എഫ്രായിമിന്റെ ഓഹരി. ഇങ്ങനെ മനാസയുടെ ഓഹരി. ശേഷിച്ച 7 ഗോത്രങ്ങള് ബെഞ്ചമിൻ ഓഹരി കൊടുക്കുന്നത് ശിമിയോന്, ഇസാക്കർ, നഫ്താലി, ആഷേർ, സെബലൂൺ, ദാൻ. ഇങ്ങനെ എല്ലാ ഗോത്രങ്ങൾക്കും ഈ വാഗ്ദത്ത ഭൂമി വിഭജിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷമുള്ള അഭയ നഗരങ്ങൾ, ലേവ്യരുടെ പട്ടണങ്ങൾ 22-ാം അധ്യായത്തില്, ഇസ്രായേൽക്കാർ ദേശം സ്വന്തമാക്കുന്നത് 22-ാമത്തെ അധ്യായത്തിൽ, കിഴക്കൻ ഗോത്രങ്ങൾ മടങ്ങുന്നു. ജോഷുവ വിടവാങ്ങുന്നതാണ് 23-ാമത്തെ അധ്യായത്തില്. അദ്ദേഹത്തിന്റെ ശെഖേമിലെ ഉടമ്പടിയും അവിടെയുള്ള ബലിപീഠവും പ്രാർത്ഥനയും. 32-ാമത്തെ തിരുവചനത്തിൽ ജോഷുവയുടെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് കർത്താവിന് ദാസനും നൂനിന്റെ മകനുമായ ജോഷുവ മരിച്ചു. അപ്പോൾ അവന് 130 വയസ്സുണ്ടായിരുന്നു. അവനെ ഗാഷ് മലയുടെ വടക്ക് എഫ്രായിം മലമ്പ്രദേശത്തുള്ള അവന്റെ അവകാശ സ്ഥലമായ തിമ്ന സെറായിൽ സംസ്കരിച്ചു. ജോഷുവയുടെ കാലത്തും അവന് ശേഷവും ജീവിച്ചിരിക്കുന്നവരും കർത്താവിന് ഇസ്രായേലിന് ചെയ്ത എല്ലാ കാര്യങ്ങളും കണ്ടവരുമായ ശ്രേഷ്ഠന്മാരുടെ കാലത്തും ഇസ്രായേൽ കർത്താവിനെ സേവിച്ചു. 32-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജോസഫിന്റെ അസ്ഥികൾ ഇസ്രായേൽ ജനം ശെക്കമിൽ സംസ്കരിച്ചു. ഇവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മരിച്ചുപോർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, നമ്മുടെ പരേതരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പതിവ് ഇവിടെ മുതൽ, പഴയ നിയമം മുതൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജോസഫിന്റെ അസ്ഥികൾ ഇസ്രായേൽ ജനം ശെക്കമിൽ സംസ്കരിച്ചു. ഈ സ്ഥലം ശെക്കേമിന്റെ പിതാവായ ഹാമോറിന്റെ മക്കളിൽ നിന്ന് 100 വെള്ളി നാണയത്തിന് യാക്കോബ് വാങ്ങിയതാണ്. അത് ജോസഫിന്റെ സന്തതികൾക്ക് അവകാശമായി. അഹറോന്റെ മകനായ ഏലിയാസ്രം മരിച്ചു. അവർ അവനെ ഗിബെയയിൽ സംസ്കരിച്ചു. അത് അവന്റെ മകൻ ഫിനെഹാസിന് എഫ്രായിം മലമ്പ്രദേശത്ത് ലഭിച്ചു. അങ്ങനെ ഈ 24 പട്ടണങ്ങളിലായിട്ട്, 24 ചെറിയ അധ്യായങ്ങളിലായിട്ട് ഇസ്രായേൽക്കാരുടെ യാത്ര, നിയമാവർത്തന പുസ്തകത്തിന് തുടർച്ചയും, എക്സോഡസ് പുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ എന്താണോ വായിച്ചു തുടങ്ങിയത് അതിന്റെ പൂർത്തീകരണവുമാണ് ഈ ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട 3 സങ്കല്പങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിസ്റ്ററിക്കൽ ബുക്സ് ആണ് കൂടുതലും, ചരിത്രപരമായ വസ്തുതകളാണ് പല അധ്യായങ്ങളിലും. പല രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങൾ, ഇസ്രായേൽക്കാർ തോൽക്കുന്നത്, ഇസ്രായേൽക്കാർ ജയിക്കുന്നത്, പിന്നെ ഒരു ഭക്ഷണത്തിന് അവര് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്, മോശ കൽപ്പനകൾ കൊണ്ടുവരുമ്പോൾ വിഗ്രഹാരാധനയിൽ ഇസ്രായേൽക്കാരെ കണ്ട് വേദനിച്ച് അദ്ദേഹം കൽപ്പനകൾ എറിഞ്ഞു കളയുന്നു. വീണ്ടും 40 രാത്രിയും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും യഹോവയെ കാണാൻ പോയി കൽപ്പനകൾ ഏറ്റുവാങ്ങി ഇസ്രായേൽ നൽകുന്നതും, അങ്ങനെ ചരിത്രപരമായ അനേകം വസ്തുതകളാണ് നമ്മൾ ആദ്യ ഭാഗത്ത് കാണുന്നത്. എന്നാൽ 2-ാം ഭാഗത്താകട്ടെ ഈ തിയോളജിക്കൽ ഹിസ്റ്ററിയാണ്, വിശ്വാസത്തിന്റെ ഒരു, ഇസ്രായേൽക്കാരുടെ ദൈവവിശ്വാസത്തിന്റെ ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേൽക്കാരുടെ ദൈവവിശ്വാസത്തിന്റെ ഒരു ചരിത്രം. 3-ാം ഭാഗത്ത് നമ്മൾ കാണുന്നത് ആദ്യകാല പ്രവാചകന്മാരെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു, പലരും അതിൽ വരുന്നുണ്ട്. ഏലിയ, ഏലീഷ, അതുപോലെ തന്നെ നഥാന്, ആമോസ്, ഹോസിയ, ജോയേല്, ജോന പ്രവാചകൻ, നാഹും, ഒബദിയ, ഈ പ്രവാചകന്മാരെ കുറിച്ചെല്ലാം ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ജോസഫിന്റെ 50 ഈജിപ്തിലെ ജോസഫിന്റെ അവസാന ഭാഗത്ത് ജോസഫിന്റെ മരണവും അദ്ദേഹത്തിന്റെ അസ്ഥികൾ അവർ സൂക്ഷിക്കുന്നു. അവിടെ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ബലിയർപ്പിക്കുന്നു. ഇങ്ങനെ 24 അധ്യായങ്ങളിലായിട്ട് ഇസ്രായേൽക്കാരുടെ യാത്രാ വിവരണമാണ് ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത്. ഓരോ ഭാഗത്തും ഓരോ സംഭവങ്ങൾ. അവസാന ഭാഗത്ത് ഈ ഗോത്രങ്ങൾക്കായിട്ട് ഇസ്രായേലിലെ ഈ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വന്ന ഇസ്രായേൽക്കാരെ വാഗ്ദത്ത ഭൂമി കീഴടക്കിയതിനു ശേഷം ഓരോ ഗോത്രങ്ങൾക്കുമായിട്ട് ഓരോ സ്ഥലം, 12 ഗോത്രങ്ങൾക്കുമായിട്ട് ഓരോ ഭാഗം വിഭജിച്ചു കൊടുക്കുന്നു. ജോഷുവയുടെ അവസാനത്തെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് കാണുന്നത്. അങ്ങനെ 24 അധ്യായങ്ങളിലായിട്ട് ഇസ്രായേൽക്കാരുടെ യാത്രയുടെ തുടർച്ചയും അവരുടെ യാത്രയുടെ സമാപനവുമാണ്
ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഇത് ഈ ജോഷുവയുടെ പുസ്തകത്തിൽ ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. ഇനി അടുത്ത എനിക്ക് തോന്നുന്നു 17 കഴിഞ്ഞ് 18 19 ഇതിന്റെ ഒരു തുടർച്ചയും വിശദമായ ഒരു പഠനവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ജോഷുവയുടെ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അച്ഛാ. എനിക്ക് തോന്നുന്നു അച്ഛനോട് തന്നെ പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കുർബാനയ്ക്ക് പോകാനുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്തുന്നത്. കുഴപ്പമില്ല അച്ഛാ, അത് നമ്മൾ ആവശ്യ സമയത്തുണ്ടോ? കുഴപ്പമില്ല, ഓൾ ഗുഡ്. താങ്ക് യു വെരി മച്ച്. കോപ്പി ചെയ്തോളൂ, കുഴപ്പമില്ല. ഞാൻ നമ്മുടെ പ്രേമച്ചൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് പറയുകയാണ്. എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നാന്ന് എനിക്ക് തോന്നുന്നത്, നമ്മളിപ്പോൾ ആൾറെഡി ഇച്ചിരി നമ്മളൊന്ന് മിക്സപ്പ് ആയിട്ടുണ്ട്. ഇന്നലെ റീനെയും ജൂണും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷിബിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു, നമ്മുടെ സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ തിരിച്ച് അതിലേക്ക് പോവാണ്. നമ്മുടെ ഒരു ഓർഡർ ആദ്യമേ റീന എനിക്കൊന്ന് ചാപ്റ്റർ 12 ചെയ്യും, പിന്നെ ജോൺ 13, പിന്നെ ഹലോ റീന 13 ജോൺ 12 ആണ്. സോറി കുഴപ്പമില്ല, ആയിക്കോട്ടെ. ആ ഓർഡറിൽ അങ്ങ് പോകാം. റീന, പിന്നെ 16, 18, 19 അത് എല്ലാവരും ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഓർഡറിൽ നമുക്ക് അങ്ങ് പോവാം. അങ്ങനെയാണ് നമുക്ക് 12 ആരാ ചെയ്യുന്നത്? റീനയാണോ ജോണാണോ? ആരാ പറഞ്ഞു? ജോൺ ആണ്. ഓക്കെ. എന്നാൽ അങ്ങനെ റീന എന്നോട് പിങ് ചെയ്തായിരുന്നു, ഞാനാണോ അടുത്തത് ചോദിച്ചിരുന്നു. ഒന്ന് ഹോൾഡ് ചെയ്യാം, നമുക്കിത് ഫിനിഷ് ചെയ്തിട്ട് അടുത്തലോട്ട് പോവാം. അതൊക്കെ ആണല്ലോ അല്ലേ? നോ പ്രോബ്ലം. റീനക്ക് ധൃതിയാണെങ്കിൽ 13 എടുത്തോളൂ. ഇല്ല, ഓക്കെയാണ്. നോ പ്രോബ്ലം. നമുക്ക് ആ ഒരു സീക്വൻസ് പോകാമെങ്കിൽ അതായിരിക്കും നല്ലത്. ഓൾറെഡി നമ്മൾ ഇച്ചിരി മിസ്റ്റപ്പായി. ഒന്ന് സീക്വൻസ് തിരിച്ചു പിടിക്കാമെങ്കിൽ 12 കഴിഞ്ഞിട്ട് 13 പോകാമെങ്കിൽ അതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് 12 തുടങ്ങാം. 12 എപ്പിസോഡ് നമ്മൾ 10 മിനിറ്റിനകത്ത് നമുക്ക് തീർക്കാൻ ശ്രമിക്കണേ. നമ്മൾ ഒരുപാട് സമയം നമുക്ക് ഇനി ഒരു 5 ചാപ്റ്റർ കൂടെ ഉണ്ട്. എല്ലാവരും 10 മിനിറ്റ് എന്നുള്ള ടാർഗറ്റ് വെക്കാം. കുറച്ച് മുന്നോട്ട് പോയാലും ഗ്രേറ്റ്, കുഴപ്പമില്ല. ഒന്ന് മനസ്സിൽ വെച്ചാൽ ഒരു 12 മിനിറ്റിനുള്ളിൽ നിർത്താം. ഷുവർ. എന്നാ തുടങ്ങട്ടെ? ആയിക്കോട്ടെ. നമ്മളെ എപ്പിസോഡ് 12 ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ ഉൽപ്പത്തി 50 വരെയാണ് ഇതിൻ്റെ അകത്തിൽ പ്രതിപാദിക്കുന്നത്. ഉൽപ്പത്തി ആദ്യം പഞ്ചഗ്രന്ഥികളെ കുറിച്ചും ചരിത്രാതീത കാലം മുതലുള്ളതാണ് നമ്മൾ 12 വരെ പഠിച്ചത്. ഇനിയും നമ്മളെ അബ്രഹാമിനെ വിളിക്കുന്നതാണ് നമ്മളെ 12-ാമത്തെ ചാപ്റ്റർ തൊട്ട് തുടങ്ങുന്നത്. അബ്രഹാമിനെ വിളിക്കുന്നത് നമ്മളിപ്പോ ഈ 12-ാമത്തെ ചാപ്റ്ററിൽ കാണുന്നത് പിന്നെ ഹാറാനിൽ വെച്ച് വിളിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ അബ്രഹാമിനെ നമ്മൾ നേരത്തെ വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൽദയരുടെ ഊറിൽ വെച്ചാണ് അബ്രഹാമിനെ ദൈവം ആദ്യമായിട്ട് വിളിക്കുന്നത്. അവിടെ നിന്ന് അബ്രഹാമിന്റെ പിതാവായ തേരകും ലോത്തും സാറായും കൂടെ മുന്നോട്ട് വന്നു. അവരാണ് ഹാറാൻ ദേശത്ത് വന്ന് അവിടെ നിന്നാണ് രണ്ടാമത്തെ വിളിയാണ് എൻ്റെ അറിവനുസരിച്ച്. രണ്ടാമതാണ് അബ്രഹാമിനെ ഈ ഹാറാൻ ദേശത്തു നിന്ന് വിളിക്കുന്നത്. ആ വിളിക്കുന്ന സമയത്ത് അബ്രഹാമിന് ഏകദേശം 75 വയസ്സുണ്ടായിരുന്നു. അബ്രഹാമിന്റെ സഹോദരപുത്രന്റെ പേരാണ് ലോത്ത്. അബ്രഹാമിന്റെ പിതാവായ തേറകിന് 3 മക്കളായിരുന്നു. അതിൽ മൂത്ത ആളായിരുന്നു അബ്രഹാം, നാഹോറെ, ഹാറാൻ. ഈ ഹാറാന്റെ മകനാണ് ലോത്ത്. ഈ അബ്രഹാമിന്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ലോത്തിന്റെ പിതാവായ ഹാറാൻ മരിച്ചിരുന്നു. അതുകൊണ്ട് കൂടെ ആയിരിക്കാം അബ്രഹാം പോയിടത്തൊക്കെ സഹോദരപുത്രനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഈ 12-ാം അധ്യായത്തിലെ അബ്രഹാമായിട്ട് ദൈവം കൊടുക്കുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വപൂർണമാക്കും, മഹനീയമാക്കുമെന്ന്. അപ്പം അതാണ് 12-ാമത്തെ അധ്യായത്തിലെ. 13-ാമത്തെ അധ്യായത്തിലെ അബ്രഹാമും ലോത്തും കൂടെ മുന്നോട്ട് നീങ്ങുന്നു. സാറായും അവരെ രണ്ടായിട്ട് വിഭജിക്കുകയാണ്. രണ്ടുപേരും 2 സ്ഥലങ്ങളിലേക്ക് മാറുന്നു. ലോത്ത് ഏകദേശമേ അബ്രഹാമിൽ നിന്നും മാറി സോദോം ഗൊമോറയിലേക്ക് വരികയാണ്. അവിടെ വെച്ചാണ് ലോത്തിനെ ചുറ്റുപാടുമുള്ള മറ്റുള്ള രാജാക്കന്മാർ ലോത്തിനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം പോയി രക്ഷപ്പെടുത്തുന്നതാണ് നമുക്ക് 14-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഈ രക്ഷപ്പെടുത്താനെ കൊണ്ട് അത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുണ്ട്. രക്ഷപ്പെടുത്താനെ കൊണ്ട് പോയപ്പോൾ അബ്രഹാമിന്റെ കൂടെ പോയ ജോധാക്കള് 318 വീരജോധാക്കളുമായിട്ടാണ് അബ്രഹാം ലോത്തിനെ രക്ഷപ്പെടുത്താനെ കൊണ്ട് പോയത്. രക്ഷപ്പെടുത്തി തിരിച്ചു വരുന്നത് നമ്മള് 15-ാമത്തെ അധ്യായത്തില് 14-ാമത്തെ അധ്യായത്തിൽ വീണ്ടും നമുക്ക് ശാലേം രാജാവായ മെൽക്കിസദേക്കിനെ കാണാൻ സാധിക്കും.
ശാലേം രാജാവായ മെൽക്കിസദേക്ക് എന്ന് പറഞ്ഞ ജെറുസലേം രാജാവ് ആണ് അതിന്റെ അർത്ഥം. അദ്ദേഹത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടത് സങ്കീർത്തനത്തിനകത്തിലും പുതിയ നിയമത്തിനകത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അവൻ എത്ര വലിയവനെന്ന് കാണുവീൻ, പൂർവ്വപിതാവായ അബ്രഹാം യുദ്ധത്തിൽ പിടിച്ചെടുത്തവരുടെ ദശാംശം അവന് നൽകി. അവന്റെ പേര് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമത് ശലേമിന്റെ രാജാവെന്നും അർത്ഥം. അവന്റെ ജനനത്തിനും ആരംഭം അവന്റെ ആയുസ്സിനും അവസാനമോ ഇല്ല. അവൻ എന്നേക്കും ദൈവത്തിനുമുമ്പിൽ പുരോഹിതനായിരിക്കുമെന്ന്. ആ പൗരോഹിത്യത്തെ കൂടുതലായിട്ട് പഴയ നിയമത്തിൽ ഈ ശാലേം രാജാവായ മെൽക്കിസദേക്കിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ ക്രിസ്തുവിന്റെ ഒരു മുന്നോടിയായിട്ട് ശാലേം രാജാവിനെ ദൈവശാസ്ത്ര വിദഗ്ധർ വിശേഷിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മൾ അതിൻ്റെ അകത്തിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ അബ്രഹാം മെൽക്കിസദേക്കിന് ദശാംശം കൊടുത്തപ്പോൾ ലേവി പോലും അബ്രഹാത്തിലൂടെ അവന് ദശാംശം നൽകി എന്നാണ് പുതിയ നിയമത്തിലെ നമ്മളെ എഫേസോസിന്റെ പുസ്തകത്തിനകത്തിൽ പറയുന്നത്. അപ്പം ആ ദശാംശത്തെ കുറിച്ചുമൊക്കെ അതിൻ്റെ അകത്തിൽ ശക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 15-ാം അധ്യായത്തിൽ വീണ്ടും ഒരു ഉടമ്പടിയാണ്. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കുമെന്ന്. അപ്പോൾ അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, എനിക്ക് മക്കളില്ല, ദമസ്കോസുകാരനായ ഏലിയാസർ ആയിരിക്കും എൻ്റെ കുടുംബത്തിന്റെ അടുത്ത അവകാശി എന്ന്. അബ്രഹാമിന്റെ ഈ ഏലിയാസറിനെ നമുക്ക് പിന്നെ ഈ പുസ്തകത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ റാഹേലിന്റെ കാണാനെ കൊണ്ട് പിന്നെ ഇസഹാക്കിന് ഭാര്യയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ എലിയാസറിനെയാണ് അബ്രഹാം നിയമിക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അബ്രഹാമിന്റെ സന്തതിയെ കുറിച്ചാണ്. അത് 16-ാം അധ്യായത്തിൽ അത് കാണുന്നു. അബ്രഹാമിന്റെ സന്തതികളാണ് ഇസ്മായേലും ഇസഹാക്കും. ഇസഹാക്ക് സാറായുടെ മകനും ഇസ്മായേല് ആഹാറിന്റെ പുത്രനുമാണ്. ആഹാർ ഈജിപ്തുകാരിയായ ദാസിയാണ്. പിന്നെ നമ്മളെ 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ പിന്നെയും ദൈവദൂതൻ അബ്രഹാമിനെ സന്ദർശിക്കുന്നതാണ്. ദൈവം അബ്രഹാമിനെ സന്ദർശിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരെ 3 പേരെ അബ്രഹാം ഒരാളായിട്ടാണ് പ്രതിപാദിക്കുന്നത്. 3 പേരെ കാണുന്നു. അബ്രഹാം അവരെ താണു വണങ്ങിയിട്ട് അവരോട് പറയുകയാണ് യജമാനനെ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവായ സത്യേക ദൈവം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പ്രതിപാദിക്കാൻ സാധിക്കും. പിന്നെ നമ്മള് 19-ാം അധ്യായത്തിൽ കാണുന്നത് സോദോം ഗൊമോറയുടെ പാപവും അതിനുശേഷം ഉണ്ടായ അവരുടെ ശിക്ഷയും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അമേന്യരുടെയും പിതാവ് ഈ ലോത്തിന്റെ സന്താന പരമ്പരകളാണ് അമേന്യരും മെമോവിയരും. അവരെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ 21-ാമത്തെ അധ്യായത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇസ്ഹാക്കിന്റെ ജനനമാണ്. 22-ാമത്തെ അധ്യായത്തില് ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മോറിയ മലയിൽ ഇസഹാക്കിനെ ബലി കഴിക്കുവാനെ കൊണ്ട് അബ്രഹാം പോകുന്നു. പിന്നെ അബ്രഹാമിന്റെ സന്തതി പരമ്പരയെ കുറിച്ചാണ് പിന്നെ നമ്മളെ 25-ാം അധ്യായത്തിൽ കാണുന്നത്. ഇസഹാക്കിന്റെ അബ്രഹാമിന്റെ സന്തതി പരമ്പരകള്. അത് കഴിഞ്ഞിട്ട് ഇസഹാക്കിലേക്ക് വരുമ്പോൾ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് 2 മക്കളായിരുന്നു. അത് ഏശാവും യാക്കോവും. പിന്നെ 27-ാം അധ്യായത്തിൽ വരുമ്പോൾ യാക്കോവിനെ അനുഗ്രഹിച്ച് നിന്റെ അമ്മയുടെ അപ്പനായ ബെതുവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്ന് ഇഷ്ടമുള്ള ഭാര്യയെ എടുക്കാനെന്നും പറഞ്ഞിട്ട് ഇസഹാക്ക് യാക്കോവിനെ അനുഗ്രഹിച്ച് അങ്ങോട്ട് വിടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാബാന്റെ മക്കളായിരുന്നു ലേയും റാഹേലും. അത് 30-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. 31-ാമത്തെ അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് യാക്കോബ് അവിടെ നിന്നും വീണ്ടും ഒളിച്ചോടി പോവാണ്. ലാബാന്റെ വീട്ടിൽ നിന്നും 14 വർഷം 2 ഭാര്യമാർക്ക് വേണ്ടി
വേല ചെയ്തതിന് ശേഷം അവിടുന്ന് തിരിച്ചു വരികയാണ്. പിന്നെ 32-ാമത്തെ അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇസഹാക്ക് യാത്രാമധ്യത്തിൽ ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നു. ഇസഹാക്കിന്റെ പേര് മാറ്റുന്നത്, ഇനിമേൽ നിന്റെ പേര് ജോസഫ് എന്നല്ല, യാക്കോബ് എന്നല്ല, ഇസ്രയേൽ എന്നായിരിക്കുമെന്ന് പറഞ്ഞ് യാക്കോവിന്റെ പേര് മാറ്റുന്നു. അത് 32-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിലാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ 33-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും ഏശാവും യാക്കോവും തമ്മിൽ കണ്ടുമുട്ടുന്നു. അതിൻ്റെ അകത്തില് യാക്കോബെ തന്നെ ചതിച്ച് പോയ സഹോദരനാണെങ്കിൽ പോലും തിരിച്ചു വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഏശാവിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ 37-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴാണ് ജോസഫിന് വിൽക്കപ്പെടുന്നത്. ജോസഫിന് സഹോദരന്മാരായ ശിൽപായുടെയും മിൽഹായുടെയും പുത്രന്മാരോട് കൂടെ ആയിരുന്നു ജോസഫ്. ജോസഫ് അവര് കാണിക്കുന്ന തെറ്റുകൾ പിതാവായ യാക്കോവിനോട് പറയുന്നത് കൊണ്ട് ഉണ്ടായ അസൂയ കൊണ്ടും ഒരു അവസരം കിട്ടിയപ്പോൾ അവനെ വിറ്റ് കളയാനെ കൊണ്ടുപോകുന്നു. അങ്ങനെ ജോസഫ് മിസ്രൈമിൻകാർക്ക് അല്ലെങ്കിൽ ഈജിപ്തുകാർക്ക് വിൽക്കപ്പെടുന്നു. വീണ്ടും 38-ാമത്തെ അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് യൂദയെയും താമാറിനെയും കുറിച്ച് പറയാൻ സാധിക്കുന്നുണ്ട്. താമാറ് യൂദയുടെ മക്കളുടെ ഭാര്യയായിരുന്നു. ആ ഒരു ചരിത്രം നമുക്കറിയാവുന്നതാണ്. പക്ഷെങ്കിൽ താമാറിലൂടെ ഒരു വലിയ ചരിത്രം വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ജോസഫ് 39-ാമത്തെ അധ്യായത്തിൽ ജോസഫ് പൊത്തിപ്പേറിന്റെ വീട്ടിലെത്തുന്നു. അവിടെ വെച്ചുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അവിടെ വെച്ച് പിന്നീട് ജോസഫ് വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെടുന്നു. പറവോയുടെ ജോലിക്കാരായ പാനപാത്രവാഹകനും അപ്പക്കാരനും തെറ്റ് ചെയ്ത് അവർ ജയിലിൽ അടയ്ക്കപ്പെടുന്നു. അവർ കാണുന്ന സ്വപ്നത്തെ വിവരിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് പിന്നീട് പറവോയുടെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ ജോസഫ് കൊട്ടാരത്തിലെത്തുന്നു. അതൊക്കെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. 41-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ പറവോയുടെ സ്വപ്നവും അതിന് കൊടുക്കുന്ന മറുപടിയാണ്. ചിലപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാനെ കൊണ്ട് സാധ്യതയുള്ളതാണ്. പറവോ ജോസഫിനൊരു പേരിടുന്നു. ഇനിയും മേൽ നിന്റെ പേര് ജോസഫ് എന്നല്ല, സാപ്പിനത്ത് പനേഹ എന്നായിരിക്കും. ഓനിലെ പുരോഹിതനായ പൊത്തിപ്പേറിന്റെ മുതൽ അസനത്ത് നിന്റെ ഭാര്യയായിരിക്കുമെന്ന്. അപ്പം അത് ചിലപ്പം നമുക്ക് ക്വസ്റ്റ്യന് സാധ്യതയുണ്ട്. വീണ്ടും ആ സമയത്ത് ജോസഫിന് ഏകദേശം 30 വയസ്സായിരുന്നു പ്രായം. അത് കഴിഞ്ഞ് ജോസഫ് ആ നാട്ടിലെ 2ാമത്തെ ഭരണാധികാരിയാകുന്നു. 47-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ യാക്കോവിന്റെയും അല്ലെങ്കിൽ ഇസ്രയേൽക്കാര് ഈജിപ്തിലോട്ട് വരുന്ന ഒരു യാത്രയാണ്. അവര് വന്നു കഴിയുമ്പോൾ യാക്കോവിനും മക്കൾക്കും ഹോഷാൻ എന്ന് പറയുന്ന ദേശം ജോസഫ് നൽകുന്നു. പിന്നീട് 48-ാം അധ്യായത്തില് ജോസഫിന്റെ മക്കളായ എബ്രാഹിമിനെയും മനേശയെയും അനുഗ്രഹിക്കുന്നത് കാണാം. അത് കഴിഞ്ഞിട്ട് യാക്കോബിന്റെ മരണം, 50-ാം അധ്യായത്തിൽ ജോസഫിന്റെ മരണം. ഇതാണ് നമ്മളെ ചെറിയ രീതിയിൽ സംസാരിച്ച് നമുക്ക് ഇതിനൊന്ന് പറയാൻ പറ്റുന്നത്. സമയം ഞാൻ കൂടുതലെടുത്തില്ലല്ലോ. കുഴപ്പമില്ല. താങ്ക് യു. അടുത്തത് റീന ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നു. ശരി. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു വചനം വായിച്ച് നമുക്ക് പുറപ്പാട് ഗ്രന്ഥത്തിലേക്ക് പോകാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെ വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ആമേൻ. നമ്മള് ഇപ്പൊ കേട്ടത് ഉൽപ്പത്തിയായിരുന്നു. അത് ഇനി പഞ്ചഗ്രന്ഥത്തിലെ 2ാമത്തെ പുസ്തകമായ പുറപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചതും സീനായി പർവ്വതത്തിൽ ദൈവവുമായുള്ള ഉടമ്പടിയിലേക്ക് അവരുടെ പ്രവേശനവും അവരുടെ ആദ്യ വിശുദ്ധ സ്ഥലമായ സാക്ഷ്യകൂടാരത്തിന്റെ നിർമ്മാണവും
പുറപ്പാട് വിവരിക്കുന്നു. ഈ പുസ്തകത്തിൽ യഹൂദ മതത്തിന്റെ കേന്ദ്ര ആചാരവും ക്രിസ്ത്യൻ കുർബാനയുടെ പ്രാഥമിക രൂപീകരണവുമായ പെസഹായുടെ ചരിത്രപരമായ അടിസ്ഥാനത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം എല്ലാ യഹൂദ ക്രിസ്ത്യൻ ധാർമ്മികതയുടെയും അടിസ്ഥാനമായ 10 കൽപ്പനകളും സീനായി പർവ്വതത്തിൽ മോശയിലൂടെ ഇസ്രായേലുമായുള്ള ഉടമ്പടിയുടെ സ്ഥാപനവും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പുറപ്പാട് പഞ്ചഗ്രന്ഥത്തിലെ 2ാമത്തെ പുസ്തകമാണ്. എക്സോഡസ് എന്ന വാക്കിന്റെ അർത്ഥം വേ ഔട്ട് എന്നാണ്. ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്ന യാക്കോബിന്റെ സന്തതികൾ ഈജിപ്തിലേക്ക് വരുന്നതും അവിടെ താമസിക്കുന്നതുമാണ്. അവർ ഏകദേശം 430 വർഷം ഈജിപ്തിൽ അവിടെ താമസിക്കുകയും ക്രമേണ അവർ ഇസ്രായേൽ ജനം അവിടെ അടിമകളായി തീരുകയും ചെയ്തു. ഈ പുസ്തകം ഒരു വിമോചനത്തിന്റെ അനുഭവം വിവരിക്കുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം ഈജിപ്തിൽ നിന്ന് വിമോചിക്കപ്പെട്ട് സീനായ് മലയുടെ താഴ്വരയിലേക്ക് യാത്രയായി അവിടെ വെച്ച് ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും സ്വന്തം ജനമായി ഇസ്രായേൽ മാറുന്ന കാര്യവുമാണ് പുറപ്പാട് പുസ്തകത്തിന്റെ പ്രമേയം. പുറപ്പാട് പുസ്തകത്തെ പല ഘടനകളായി നമുക്ക് പഠിക്കാം. ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, ടോപ്പോഗ്രഫിക്കൽ, ഭൂമിശാസ്ത്രപരമായും അവരുടെ സാഹചര്യം വിവരിച്ചുകൊണ്ടുള്ളതും സാഹിത്യപരമായും പിന്നെ ദൈവശാസ്ത്രപരമായും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് 1 മുതൽ 14 വരെയുള്ള ചാപ്റ്ററുകളിൽ ഈജിപ്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനമാണെങ്കിൽ 14ാമത്തെ ചാപ്റ്ററിൽ ചെങ്കടൽ കടക്കുന്നു. 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ സീനായ് മലയുടെ താഴ്വരയിലേക്ക് വരുന്നതും 19 മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ സീനായ് മലയുടെ താഴ്വരയിലായിരിക്കുന്ന കാര്യങ്ങളുമാണ് വിവരിക്കുന്നത്. സാഹിത്യ ശൈലിയിലെ വിവരണവും നിയമവും ഒക്കെ ആയിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. ദൈവശാസ്ത്രപരമായിട്ട് ഡിവിഷൻ ചെയ്യുവാണെങ്കിൽ 1 മുതൽ 18 വരെയുള്ള അധ്യായത്തിൽ വിമോചനത്തിന്റെ സന്ദേശവും 24 വരെയുള്ള അധ്യായങ്ങൾ ഉടമ്പടി ഉറപ്പിക്കലും അത് കഴിഞ്ഞിട്ടുള്ള അധ്യായങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യവുമാണ് വെളിപ്പെടുത്തുന്നത്. ഇസ്രായേലിയരുടെ രോദനം കേട്ട് ദൈവം ഇറങ്ങി വരികയും അവരെ വിമോചിപ്പിക്കാൻ ഉള്ള പദ്ധതിയുടെ ഭാഗമായി മോശയുടെ ജനനവും 2ാം അധ്യായത്തിലും 3ഉം 4ഉം അധ്യായത്തിൽ മോശയുടെ വിളിയും ഏൽപ്പിക്കുന്ന ദൗത്യം, റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് കാണുന്നത്. 5 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവമായ കർത്താവിന്റെ ഇടപെടലുകൾ, അത് 10 വ്യാധികൾ, അതാണ് നമുക്ക് കാണുന്നത്. 12ഉം 13ലും പെസഹ ആചരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 14ാം അധ്യായത്തിൽ ചെങ്കടൽ കടക്കുന്നു. 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ സീനായി യാത്രയാണ് കാണുന്നത്. 19 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ ഉടമ്പടി കാണുന്നുണ്ട്. 25 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവമായ കർത്താവ് ജനത്തിന്റെ കൂടെ ആയിരിക്കാൻ ഒരു കൂടാരം സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള അധ്യായങ്ങളിൽ ഉടമ്പടി ലംഘിക്കുന്ന ജനത ഫലകം തകർക്കുകയും കാളക്കുട്ടിയും ആരാധിക്കുന്നതായും കാണുന്നു. അത് കഴിഞ്ഞ് നിർദ്ദേശം അനുസരിച്ച് സാക്ഷ്യകൂടാരവും വാഗ്ദാന പേടകവും നിർമ്മിക്കുന്നു. ആരാണ് നിന്നെ അയച്ചതെന്ന് ഇസ്രായേൽ ജനം മോശയോട് ചോദിക്കുമ്പോൾ മോശയിലൂടെയാണ് ദൈവത്തിന്റെ പേര് വെളിപ്പെടുത്തുന്നത്. ഞാൻ ആകുന്നവനാകുന്നു, ഐ ആം ഹൂ ആം ഐ. മോശയെ സഹായിക്കാൻ അഹരോനെ നൽകുന്നുണ്ട്. മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന്റെ നാമം വെളിപ്പെടുത്തുകയാണ്. അതായത് യാഹ്വേ, യഹിയെ, ആയിരിക്കുന്നവൻ എന്നർത്ഥം. ഇസ്രായേൽ ഈജിപ്തിൽ ആയിരിക്കുമ്പോൾ അന്യദൈവങ്ങളുടെ പിന്നാലെ പോയിട്ട് അതിൽ നിന്ന് കൂടിയുള്ള വിമോചനമായിരുന്നു പുറപ്പാട്. അതായത് ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്നും സത്യദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥയിലേക്കുള്ള വിളി കൂടിയായിരുന്നു ഈ പുറപ്പാടിന്റെ അനുഭവം. ഈ വിമോചനത്തിന്റെ സാക്ഷ്യം അതായിരുന്നു. ഫറവോയുടെ മുന്നിൽ മോശ ചെല്ലുമ്പോഴും മോശ പറയുന്നത് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അയക്കണമെന്നാണ്. 2 തരത്തിലുള്ള വിമോചനമാണ് പുറപ്പാട് അനുഭവം കാണിക്കുന്നത്. ഒന്ന്, ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്നും സത്യദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥയിലേക്കുള്ള വരവും അതുപോലെ തന്നെ ഫറവോയുടെ അടിമകളായിരിക്കുന്നതിനുള്ള വിമോചനവുമാണ്. ഈജിപ്തുകാരുടെ ദൈവസങ്കല്പങ്ങളുടെ പരാജയമായിട്ടാണ് 10 ബാധകളും നൽകുന്നത്. ഇസ്രായേലിന്റെ ദൈവം ശക്തനാണെന്ന് കാണിക്കാനായിരുന്നു ഇതെല്ലാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെ പോലും അടയ്ക്കുന്ന 2-3 ദിവസം കുറച്ച് ദിവസം അവര് സൂര്യനെ അണയ്ക്കുന്നുണ്ട്. അതായത് സൂര്യനെ അവര് ദൈവമായിട്ടായിരുന്നു കണ്ടിരുന്നത്. അപ്പൊ അതിന് പോലും മേലായുള്ള പവർ ഇസ്രായേലിന്റെ ദൈവത്തിനുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇസ്രായേൽക്കാർ പൂർണ്ണമായിട്ടും ഈജിപ്തിലായിരുന്ന ആ 430 വർഷത്തോളം ആയിരിക്കുമ്പം അവരുടെ വിശ്വാസങ്ങളും അതിനോട് ചേർന്നതായി പോയായിരുന്നു. അപ്പം ഇസ്രായേലിന്റെ ദൈവം എന്താ തീരുമാനിച്ചെന്ന് വെച്ചാൽ ഇസ്രായേൽക്കാരുടെ മനസ്സിൽ നിന്നും
ആ ഒരു വിശ്വാസത്തെ കൂടെ അടർത്തിക്കൊണ്ട് വേണം ഈജിപ്തിൽ നിന്നും ഇസ്രായേൽക്കാരെ വിമോചിപ്പിക്കാൻ. അപ്പൊ മനസ്സിൽ നിന്നും അവരുടെ ആ ഒരു കൺസെപ്റ്റിനെ മാറ്റണം, ഒപ്പം തന്നെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം. അത് രണ്ട് കാര്യങ്ങളായിരുന്നു പുറപ്പാടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദൈവം ശക്തനാണെന്ന് കാണിക്കാനായിരുന്നു ഇതെല്ലാം ദൈവം ചെയ്തത്. അതിനു വേണ്ടിയിട്ടാണ് ഫറവോയുടെ മനസ്സ് കഠിനമാക്കിയതും 10 ബാധകളും അവർക്ക് ഈജിപ്തുകാരുടെ മേൽ നൽകിയതും അതിനു മേൽ പവർ ഉണ്ടെന്ന് കാണിക്കാനൊക്കെ ആയിരുന്നു. പിന്നീട് ദൈവം കടൽ കടക്കാൻ ദൈവം അവരെ സഹായിക്കുന്നു. മന്നയും കാടപ്പക്ഷിയും നൽകി ദൈവം മരുഭൂമിയിൽ അവരെ സഹായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ ജനത്തിന്റെ രോദനം കേട്ട് ഇറങ്ങി വരുന്ന ദൈവം, അവരെ വിമോചിപ്പിക്കുന്ന ദൈവം, കൂടെ നടക്കുന്ന ദൈവം, അവരുടെ കൂടെ വസിക്കുന്ന ദൈവം, ഉടമ്പടി നിർദ്ദേശിക്കുന്നു, സാക്ഷികൂടാരം നിർമ്മിക്കുന്നു, സാക്ഷ്യ പേടകം നിർമ്മിച്ച് ദൈവമായ കർത്താവ് സാക്ഷി കൂടാരത്തിൽ വന്ന് ആവസിക്കുന്നു. കർത്താവിന്റെ ദൂതൻ എന്തിനാണ് മോശയെ വധിക്കാൻ വരുന്നതെന്നൊരു സംശയം ഈ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുടെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ മറുപടിയായിട്ട് പറയുന്നത്, മോശയുടെ ഭാര്യ സിപ്പോറ കൽക്കത്തി എടുത്ത് പരിച്ഛേദനം ചെയ്തു പുത്രനെ എന്നാണ്. അതായത് മോശ ഉടമ്പടി ലംഘിച്ചത് കൊണ്ടാണ് വധിക്കാൻ വരുന്നത്. ആ സമയത്ത് പരിച്ഛേദനം ചെയ്യണം എന്നുള്ളത് ഒരു ഉടമ്പടിയായിരുന്നു. അത് ദൈവ പുത്രരായിരിക്കുന്ന എല്ലാവരും എല്ലാ ഉടമ്പടിയും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം അതിനുവേണ്ടിയാണ് അത് അങ്ങനെ ചെയ്തത്. ദൈവസാന്നിധ്യത്തിന്റെ അടയാളം വാഗ്ദാന പേടകവും ഉടമ്പടി പേടകം ദേവാലയത്തിൽ ഒരു പ്രതിഷ്ഠിച്ചതായിട്ട് പിന്നീടുള്ള അധ്യായങ്ങൾ നമുക്ക് കാണാം. ക്രിസ്തീയ ദർശനത്തോടുകൂടെ പുറപ്പാട് സംഭവത്തെ കാണുമ്പോൾ ക്രിസ്തീയ ജീവിതയാത്രയുടെ പ്രതിരൂപമായിട്ടാണ് പുറപ്പാട് യാത്രയെ കാണാൻ സാധിക്കുന്നത്. മോശ മിശിഹായുടെ പ്രതിരൂപമായിരുന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യകുലത്തെ വിമോചിപ്പിച്ച് സ്വർഗീയ ജെറുസലേമിലേക്ക് നയിക്കുന്ന മിശിഹായുടെ രൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിശിഹായുടെ കടന്നുപോകലിന്റെ പ്രതിരൂപമായിരുന്നു പഴയ നിയമത്തിലെ പാസ്ഓവർ. ഇസ്രായേൽക്കാർ ഈജിപ്തിൽ താമസിച്ച് ഏകദേശം 430 വർഷമായിരുന്നു. ഈ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. പാസ്ഓവർ പഞ്ചഗ്രന്ഥത്തിലെ ഹീബ്രു നെയിം തോറ എന്നാണ്. പിന്നെ ഉടമ്പടിയുടെ പേടകവും സാക്ഷ്യ കൂടാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സാക്ഷ്യ കൂടാരത്തിൽ മോശ ദൈവത്തോട് സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ ഉടമ്പടി പേടകത്തിൽ ദൈവ സാന്നിധ്യം മോശ അനുഭവിക്കുകയാണ് ചെയ്തത്. ഈ പേടകത്തിൽ കർത്താവിന്റെ കൽപ്പനകളുടെ ഉടമ്പടി പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മളൊരു ബ്രീഫായിട്ട് ഇതിനെ പഠിക്കുവാണെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകമാണ് പുറപ്പാടെന്ന് പറഞ്ഞത്. അപ്പോൾ ബൈബിളിനെ ഒരു ഒറ്റ മാലയായിട്ട് കോർത്തെടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമായിട്ട് നമുക്ക് പഠിക്കുവാണെങ്കിൽ അതൊരു ഉടമ്പടിയുടെ പ്രമേയമാണ്. അതായത് പ്രധാനപ്പെട്ട 6 ഉടമ്പടിയുടെ പ്രമേയമാണ് ബൈബിൾ മുഴുവനായിട്ട് നമ്മൾ പഠിക്കുമ്പം. നമ്മൾ ആദ്യം കണ്ട അത് ഒരു ദമ്പതികളുമായുള്ള ഉടമ്പടിയാണ്. ആദവും ഹവ്വായും തമ്മിൽ അവരുടെ ഇടയിലുള്ള ഒരു ഉടമ്പടിയായിരുന്നു ദൈവം ആദ്യം കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് നോഹ എന്ന വിശുദ്ധ കുടുംബവുമായുള്ള ഉടമ്പടി, അത് കഴിഞ്ഞൊരു ഹോളി ട്രൈബ്, അതായത് ഏബ്രഹാമിന്റെ ട്രൈബിനോടുള്ള ഉടമ്പടി, പിന്നീട് ദൈവം തന്റെ ജനവുമായിട്ടുള്ള ഉടമ്പടി, അതാണ് ഇസ്രായേൽ മക്കളോടുള്ള ഈ ഉടമ്പടി അവർ മോശ ത്രൂ ചെയ്തത്. അപ്പം ബാക്കിയുള്ള ഉടമ്പടികൾ നമ്മൾ പിന്നീടുള്ള പഠന ക്ലാസ്സുകളിൽ നമുക്ക് കേൾക്കാം. എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രം. താങ്ക് യു. താങ്ക്സ് റീന, അത് പെട്ടെന്ന് സമറൈസ് ചെയ്തിട്ട് വെരി ഗുഡ്, താങ്ക് യു. അടുത്തത് എനിക്ക് തോന്നുന്നു ചാപ്റ്റർ 16 പോകാൻ തോന്നുന്നു. ജോജി? യെസ്, ഞാൻ 16 ഞാൻ അഗൈൻ ഒരു സ്ലൈഡ് ഷെയർ ആണ്. ഞാൻ ജസ്റ്റ് ഒരു ആ ഒരു ഓപ്ഷൻ എനിക്ക് എനേബിൾ ആവുന്നില്ല. കഴിഞ്ഞ തവണത്തെ പോലെ അതൊന്ന് ഡിസേബിൾ ചെയ്ത് നോക്കാമോ? ചെയ്യാം, ഒരു മിനിറ്റ്. ഓക്കെ, ട്രൈ ചെയ്യാമോ? ഓക്കെ, ഇപ്പം ആയിട്ടുണ്ട്. കാണാമോ സ്ലൈഡ്? കാണാം. ഓക്കെ, അപ്പം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എപ്പിസോഡ് 16 ആണ്. ഇത് സ്ലൈഡ് മൂവി, ഒരു സെക്കൻഡേ. ഇപ്പൊ ഓക്കെ അല്ലേ? സെക്കൻഡ് സ്ലൈഡ്. ഓക്കെ, ഇത് പഞ്ചഗ്രന്ഥത്തിന്റെ ഒരു ആമുഖത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണിത്. എപ്പിസോഡ് 16. ഫാദർ സെബാസ്റ്റ്യൻ കുട്ടിയാനിക്കൽ ആണ് ഈ എപ്പിസോഡ് കവറേജ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ബേസിക്കലി ഡിയോട്രോണോമി, അതായത് നിയമാവർത്തന പുസ്തകമാണ് ടോപ്പിക്ക്.
അപ്പോൾ ഇതിന്റെ ഒരു സമ്മറിയാണ് ഞാനും പെട്ടെന്ന് പറഞ്ഞു പോവാം. ബേസിക്കലി ആദ്യമായിട്ട് ഇതിന്റെ ഒറിജിൻ ഫ്രം തോറ എന്ന് പറഞ്ഞാൽ നമ്മൾ 5 പഞ്ചഗ്രന്ഥി, അതിൽ 5 ബുക്സ് ഉണ്ട്. അതിൽ ലാസ്റ്റ് ബുക്കാണ് ഡ്യൂട്ടറോണോമി അഥവാ നിയമാവർത്തനം. അപ്പം തോറയിൽ ആദ്യമായി ഹീബ്രുവിലായിരുന്നു തോറ ഇനിഷ്യലി ആ ലാംഗ്വേജ്. അപ്പൊ അത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ 5ാമത്തെ സ്ക്രോളാണ്, ഈ തോറയിലുള്ള 5ാമത്തെ സ്ക്രോളാണ് നിയമാവർത്തനം. അതിനെ അതായത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ നെയിം ഡ്യൂട്ടറോണോമിയോൺ എന്നാണ്. ഡ്യൂട്രോ എന്നാൽ 2ാമത്തെ എന്നാണ് അർത്ഥം, നോമോസ് എന്നാൽ നിയമം. അപ്പം ഇത് 2ാമത്തെ നിയമം അതാണ്. അത് മലയാളത്തിൽ നമ്മൾ നിയമാവർത്തനം എന്ന് പറയും. ഇത് ശരിക്കും 2ാമത്തെ നിയമം അല്ല, പക്ഷേ അതായത് സീനായ് മലയിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത ആദ്യ, അതായത് 10 കൽപ്പനകളുടെ ഒരു ആവർത്തനമാണിത്. അതുകൊണ്ടാണ് ഇത് നിയമാവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സീനായ് മല മുതൽ ആ യാത്ര ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിൽ കൂടി കടന്നുപോയി. അത് മോവാബ് താഴ്വര വരെ എത്തി. തുടർന്നാണ് അവർ കാനാനിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആ യാത്രയിലുടനീളം അവർ പല ജനറേഷൻസ് ഒരു ജനറേഷൻസ് മാറി ആളുകൾ. അപ്പോൾ ആ ഒരു പുതിയ ജനറേഷനെ പുതിയ പ്രോമിസ് ലാൻഡിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ് മോശ ഒന്നുകൂടെ അത് പറഞ്ഞു കൊടുക്കുകയും നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതുകൊണ്ടാണ് നിയമം ആവർത്തിക്കുക എന്ന് പറയുന്നത്, നിയമാവർത്തനം. ന്യൂ ടെസ്റ്റമെന്റിൽ അതിന്റെ റെഫറൻസസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 80 സ്ഥലത്ത് നിയമാവർത്തനത്തിലെ പല വചനങ്ങളും വരുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണം യേശുവിന്റെ മരുഭൂമിയിലുള്ള പ്രലോഭനം, അതായത് പിശാചിന്റെ പ്രലോഭനം. അതിൽ വരുന്ന 3 റെസ്പോൺസസും, ഈശോ പറയുന്ന 3 റെസ്പോൺസസും ഇത് കണക്റ്റഡ് ടു ഡ്യൂട്ടറോണോമിയാണ്. അതിൻ്റെ വചനങ്ങളിൽ തന്നെ വരുന്ന ഭാഗങ്ങളാണ്. പിന്നെ ഡ്യൂട്ടറോണോമിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത് ചാപ്റ്റർ 1 to 4 എന്ന് പറഞ്ഞാൽ മോസസിന്റെ ഒരു ആമുഖ പ്രഭാഷണമാണ്. തുടർന്ന് അത് കഴിഞ്ഞിട്ട് നിയമം പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ അതായത് പഴയ നിയമം 10 കമാൻഡ്മെന്റ്സ്, അതൊക്കെ അതിനോടനുബന്ധിച്ച കുറച്ച് നിയമങ്ങളും മോശ പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 12 to 26 അത് നിയമാവർത്തന സംഹിതയാണ്, നിർദ്ദേശങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. പിന്നെ അതിനുശേഷമുള്ള ചാപ്റ്ററുകൾ അനുഗ്രഹങ്ങൾ, ശാപങ്ങൾ, അതായത് എങ്ങനെ പാലിക്കണം നിയമങ്ങൾ, അത് ഒബേ ചെയ്യാതിരിക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ റിപ്പർക്കഷൻസ്, അങ്ങനെയുള്ളതെല്ലാം. പിന്നെ ഫൈനലി മോസസ് കനാൻ ദേശത്തേക്ക് കനാൻ ദേശത്തിൽ പോകുന്നതിന് മുമ്പ് ആ നെബോ മലയിൽ ചെല്ലുമ്പോൾ മോസസ് മരിക്കുന്ന ആ ഒരു ഭാഗം വെച്ചാണ് നിയമാവർത്തനം എൻഡ് ചെയ്യുന്നത്. പിന്നെ നിയമാവർത്തന ടൈം ലൈൻ പറയുകയാണെങ്കിൽ, അതായത് 40 വർഷം മരുഭൂമിയിൽ കൂടി നടന്ന ഇസ്രായേൽ ജനം 40th year 11th month 1st day, അവിടാണ് ഈ ബുക്ക് തുടങ്ങുന്നത്. 40ാമത്തെ വർഷം 11ാം മാസം 1ാം ദിവസം. അതേപോലെ ഇത് എൻഡ് ചെയ്യുന്നത് 41ാമത്തെ വർഷം 1st day 1st month 10th day. അവർ ആ പ്രോമിസ് ലാൻഡിലേക്ക് പോവുകയും ചെയ്യും, അതായത് 40 days. പിന്നെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു കവനന്റ് എന്നാണ് അർത്ഥം. ഉടമ്പടിയുടെ ഘടന, ഒരു നോർമൽ ഉടമ്പടിയുടെ ഘടന ആണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ അതിലൂടെ അതൊന്ന് ഒരു കൺസൈസ് ആയിട്ട് പറയുകയുണ്ടായി. അതായത് ഹിത്യർ എന്നുള്ള, അതായത് പഴയ കാലഘട്ടങ്ങളിൽ ഒത്തിരി രാജ്യങ്ങൾ തമ്മിലും ഗോത്രങ്ങൾ തമ്മിലും ഓരോ തരത്തിലുള്ള ഉടമ്പടികൾ ഉണ്ടായിരുന്നു. അതിൽ ഈ ഡ്യൂട്ടറോണോമിയിൽ പറയുന്ന ഒരു ഉടമ്പടി ഹിത്യർ എന്ന ഒരു ഗോത്രത്തിൽ നിന്നും എടുത്ത ആ ഒരു സ്ട്രക്ചറിലാണ് പറയുന്നത്. അതിന്റെ ബേസിക്കലി ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഉടമ്പടിയുടെ ആദ്യം ഇൻട്രൊഡക്ഷൻ, ആമുഖം, തുടർന്ന് മുൻകാല ബന്ധങ്ങൾ അവതരിപ്പിക്കും, അതായത് ഉടമ്പടി ഏർപ്പെടുത്തുന്നവരുടെ മുൻകാല ബന്ധങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിൻ്റെ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ. പിന്നെ ബ്ലെസ്സിങ്സ് ആൻഡ് പണിഷ്മെന്റ്സ്, അത് അനുഗ്രഹങ്ങളും ശിക്ഷകളും ആ ഉടമ്പടിയിലുള്ള പാലിക്കാതിരിക്കുമ്പോഴുള്ള ഇത്. പിന്നെ അവസാനം ഉടമ്പടി മുദ്രവെക്കൽ, ഉടമ്പടി ഉറപ്പിക്കൽ, അത് കൂടുതലും ബലിയുടെ രൂപത്തിലാണ് അത് സീൽ ചെയ്യുന്നത്. തുടർന്ന് അച്ഛൻ പറയുന്നത് ആ ഒരു ഡ്യൂട്ടറോണോമിയിലുള്ള പല റെഫറൻസസ്, അതായത് ഈ കവനന്റ് ഉടമ്പടിയുടെ എങ്ങനെയാണ് അത് പല ചാപ്റ്റേഴ്സിലും അത് കവർ ചെയ്തേക്കുന്നത് എന്നുള്ള ഒരു ഇതാണ് കാണിച്ചേക്കുന്നത്. അതായത് ചാപ്റ്റർ 1 to 5 ആണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഉടമ്പടിയുടെ സ്ട്രക്ചറിൽ ആദ്യത്തത്, അതായത് ആമുഖം ചാപ്റ്റർ 1 to 5 എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. പിന്നെ മുൻകാല ചാപ്റ്റർ 6 to 11 മുൻകാല ബന്ധങ്ങൾ, അതായത് അവര് സീനായ് മുതൽ മോവാബ് ദേശത്തേക്ക് വരെയുള്ള യാത്രകളും അവിടെ ഫേസ് ചെയ്യുന്ന കഷ്ടതകളും ഓരോ അനുഭവങ്ങൾ, അതെല്ലാമാണ് അവിടെ കവർ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വ്യവസ്ഥകൾ, ആ ഉടമ്പടിയുടെ വ്യവസ്ഥകളിൽ
എങ്ങനെയാണ് അത് അവർ കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ആ പ്രോമിസ്ഡ് ലാൻഡിൽ ജീവിക്കേണ്ടതിന്റെ എല്ലാ വ്യവസ്ഥകളുമാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ചാപ്റ്റർ 27 to 30 ബ്ലെസ്സിങ്സ് ആൻഡ് പണിഷ്മെന്റ്സ്, അതായത് ആ ഉടമ്പടി പാലിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങളും അത് പാലിക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ശാപങ്ങളുമാണ് 27 തൊട്ട് 30 വരെ. പിന്നെ 30 അവസാനം ആ ചാപ്റ്റർ 30 തന്നെ ആ കവനന്റ് അവര് ഉടമ്പടി സീൽ ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ഡ്യൂട്ടണോമിയുടെ ഉള്ളടക്കം അച്ഛൻ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ദൈവകൽപ്പനകൾ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതായത് അതിനെ ഞാൻ ക്വിക്കായിട്ട് പറയാം. അച്ഛൻ പറയുന്നത് അതിന്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ, ദൈവമായ കർത്താവിനെ അറിയുക, ദൈവഭയത്തോടെ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ദൈവഭയത്തോടെ ജീവിക്കാൻ വേണ്ടി. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൽ വസിക്കുക, ദൈവത്തോട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ഒന്ന് ചേർന്നിരിക്കുവാൻ വേണ്ടി. പിന്നെ അപ്പം അതാണ് ബേസിക്കലി ഈ ഒരു ഡ്യൂട്ടണോമിയുടെ സമ്മറി. ഇതാണ് ഈ ലോസ് എല്ലാം പ്രസന്റ് ചെയ്യുന്നത് ദൈവകൽപ്പനകൾ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് ജീവിക്കുക. പിന്നെ ഡ്യൂട്ടണോമിയിലെ ചില കീ ഇവന്റ്സിൽ ഒന്ന് പറയുന്നത് ഈ ഇവരുടെ യാത്രയുടെ, അതായത് ചാപ്റ്റർ 1 ഒരു ബ്രീഫ് കൊടുക്കുന്നുണ്ട് അവരുടെ ബാക്കിലുള്ള യാത്രകൾ, 40 വർഷത്തെ യാത്രകൾ. പിന്നെ അതേപോലെ 10 കമാൻഡ്മെന്റ്സ് എവിടെ കിട്ടി. അതിൽ ഒരു കീ കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, സീനായ് മലയിൽ നിന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. സീനായ് മലയിൽ വെച്ചാണ് ദൈവം മോശയ്ക്ക് കൊടുത്തതെന്നുള്ളത്. അപ്പൊ സീനായ് മല നിരകളാണ് ശരിക്കും. സീനായ് മല അച്ഛൻ പറയുന്നതിൻ്റെ അകത്ത് അത് കുറച്ച് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. സീനായ് മലനിരകളിലുള്ള ഒരു പ്രദേശമാണ് ഹൊറേബ് എന്ന് പറഞ്ഞ മല. അപ്പൊ അവിടെ വെച്ചാണ് എക്സാക്ട്ലി ആ ഒരു കമാൻഡ്മെന്റ്സ് കൊടുക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഡ്യൂട്ടണോമിയിൽ അത് ക്ലിയർ ആക്കുന്നുണ്ട്, ഹോരേബ് മല. പിന്നെ രണ്ടാമത് ഒരു കീ കാര്യം ഈ ഒരു ചാപ്റ്ററിലുള്ളത് ക്ഷമാ പ്രയർ. അതായത് നമ്മുടെ അച്ഛൻ ജോണച്ചൻ കുറച്ചു മുമ്പ് കവർ ചെയ്ത പോലെ ക്ഷമാ പ്രയർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 6 പറയുന്നത്. ഇതാണ് ആക്ച്വലി ഇസ്രായേലിന് ദൈവവുമായി ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രയർ ആണ്. അതായത് ജ്യൂസ് ഇപ്പോഴും അത് അവരുടെ ഒരു പ്രൈം ഇമ്പോർട്ടന്റ് ഒരു പ്രയർ ആണിത്. അപ്പൊ ഇത് തുടങ്ങുന്നത് ഇസ്രായേലെ കേട്ടാലും എന്ന് പറയുന്ന വാക്കുകളിലൂടെയാണ്. അപ്പം ഇതിന്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ, ഇത് ഏക ദൈവമാണ്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തെ ശുശ്രൂഷിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ഭയപ്പെടണം, ദൈവമാർഗത്തിൽ ചരിക്കണം, നിയമങ്ങൾ ചട്ടങ്ങൾ ഇവ പാലിക്കണം, ദൈവത്തെ ആദരവോടും സ്നേഹത്തോടും അതേപോലെ ദൈവഭയവും കൂടെ ദൈവഭയത്തോടുകൂടി ജീവിക്കണം എന്നുള്ളതിന്റെ ഒരു സമ്മറിയാണ് ഈ ക്ഷമാ പ്രയർ. പിന്നെ അച്ഛൻ പിന്നെ തുടർന്ന് പറയുന്നത് ദൈവശാസ്ത്ര പ്രമേയങ്ങളാണ്. ഈ ഒരു ഡ്യൂട്ടണോമിയിൽ എൻകൗണ്ടർ ചെയ്യുന്ന പ്രമേയങ്ങളാണ്. ഒന്ന്, ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്നുള്ള ആ ഒരു കാര്യം. രണ്ടാമത് സീനായ് ഉടമ്പടി. മൂന്നാമത് അനുസരണത്തിന്റെ പ്രാധാന്യം, അതായത് നിയമങ്ങളും ചട്ടങ്ങളും ഇതെല്ലാം പറയുന്നുണ്ട്. പിന്നെ വാഗ്ദത്ത ദേശം, അതായത് ദൈവത്തിന്റെ ദാനമാണ് പ്രോമിസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് ഉള്ള ഒരു റിസൾട്ടാണ് വാഗ്ദത്ത ദേശം എന്നുള്ളത്. പിന്നെ നിയമങ്ങളുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അതായത് നിയമങ്ങളുടെ വ്യാഖ്യാനം. പിന്നെ തുടർന്ന് ദരിദ്രരെ പാലിക്കുക, അതായത് അനാഥർ, വിധവകൾ, പിന്നെ അതുപോലെ തന്നെ ബ്രദർലി റിലേഷൻസ് എല്ലാം, അതിനുള്ള മാനദണ്ഡങ്ങൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുക. പിന്നെ നിയമങ്ങളുടെ വ്യാഖ്യാനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആന്തരികമായ വ്യാഖ്യാനമാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതായത് അല്ലാതെ ബലി എന്നുള്ള രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്ത് ദൈവത്തിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതല്ല. അതിനപ്പുറം, ബലിക്കപ്പുറം നമ്മൾ ആന്തരികമായുള്ള സമർപ്പണം, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ക്ഷമാപ്രയർ പറഞ്ഞ പോലെ ദൈവത്തെ അതായത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി ശുശ്രൂഷിക്കണം, സ്നേഹിക്കണം, ഭയപ്പെടണം, ദൈവമാർഗത്തിൽ ചരിക്കണം. ആ ഒരു ഇതാണ് ആന്തരികമായി അത് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് ദൈവശാസ്ത്ര പ്രമേയങ്ങൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ തുടർന്ന് ഇത് എൻഡ് ചെയ്യുന്ന ലാസ്റ്റ് ഇതിന്റെ ടുവേർഡ്സ് എൻഡ് കാണുന്നത് മോശ മൗണ്ട് നെബോയിൽ എത്തിയിട്ട് പിന്നെ അവിടുന്ന് തുടർന്ന് യാത്ര ചെയ്യാത്തത് ആ ഇൻസിഡന്റ് എക്സ്പ്ലെയിൻ ചെയ്യാണ് അച്ഛൻ. അതായത് ഡ്യൂട്ടണോമിയിലെ 32-ാം അധ്യായം 51-ാം വാക്യത്തിൽ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. പക്ഷെ ആ ഇൻസിഡന്റ് ആക്ച്വലി നിയമാവർത്തനത്തിലാണ് അതിനെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. അതായത് കാദേശ് മെരീബ ജലം ആശയത്തിന്റെ ആ ഏരിയയിൽ എത്തിയപ്പോൾ ദൈവം മോശയോട് പറയുന്നുണ്ട്, അതായത് പാറയോട് കൽപ്പിക്കാൻ, അതായത് വെള്ളം അവർക്ക് വരാൻ വേണ്ടി പാറയോട് കൽപ്പിക്കാൻ പറയും. പക്ഷെ മോശ അതേപോലെ ജനത്തിന്റെ ഒത്തിരി പിറുപിറുപ്പും പല പ്രവൃത്തികളും കാരണം മോശ ഓൾറെഡി
ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ മോശ അതിനെ ദൈവത്തിന്റെ ആ ഒരു കൽപ്പനയ്ക്കുപരി ആ പാറയെ അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു അതായത് ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ദൈവത്തിനെ അല്ലെങ്കിൽ എന്നെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചില്ല, അല്ലെങ്കിൽ അവിശുദ്ധമായി പെരുമാറി എന്നുള്ള ഒരു റീസൺ ആണ് പിന്നീട് അത് മോശയ്ക്ക് അത് ബാഗ്ദത്ത നാട്ടിലേക്ക് പിന്നീട് കയറാൻ പറ്റാതെ പോകുന്ന ഒരു സംഭവം ഉണ്ടായത്. പിന്നെ അതിലൂടെ തന്നെ ഇതെല്ലാം ഒരു സമ്മറൈസ് ചെയ്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നിയമങ്ങൾ കണിശമായി ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള തുടർന്നുള്ള സംഭവങ്ങൾ വെച്ച് നമുക്ക് ഒരു സമ്മറി ആയിട്ട് പറയുന്നു. അതായത് പിന്നീടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പെന്ററ്റ്യൂക്ക്, അതായത് ഇത് കഴിഞ്ഞിട്ടുടനെ ഈ നിയമങ്ങളെല്ലാം എഴുതി വെക്കുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ജനം ജീവിച്ചിരുന്ന സമയത്ത് തന്നെ അവർ പല സമയത്തും പല ഇതൊക്കെ ഉണ്ടായിരുന്നു, അവര് ലിഖിതങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ബാബിലോൺ പ്രവാസം ഉണ്ടായ ശേഷവും ആണ് കുറച്ചുകൂടെ അവര് ഈ അതോറിറ്റേറ്റീവായിട്ട് ഈ നിയമങ്ങളെല്ലാം കുറെ കൂടെ അവര് പ്രസന്റ് ചെയ്ത് വെച്ചത്. അതുകൊണ്ടാണ്. അതാണ് പിന്നീട് നമ്മൾ ഈ ബൈബിളിൽ വായിക്കുന്ന നിയമങ്ങൾ. അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അന്ന് അവർ നിയമം തെറ്റിച്ച് അവരെ, അതായത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് അവര് ബാബിലോൺ പ്രവാസത്തിലേക്ക് എത്താൻ ഇടയായത്. അപ്പം തുടർന്നുള്ള ജനറേഷനും വരും കാല തലമുറകൾക്കും വേണ്ടി എഴുതി വെച്ചത് എന്തെന്നാൽ ഈ ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകണം എന്നുള്ളതിന് വേണ്ടിയാണ് അവർ പിന്നീട് നിയമാവർത്തനം പുസ്തകം കുറച്ചുകൂടെ അതോറിറ്റേറ്റീവായിട്ട് അത് എഴുതുകയും അതായത് അപ്പം ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ അച്ഛന് തുടർന്നുള്ള പ്രവാചക ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ട് ആണ് പ്രവാചകന്മാരെ ദൈവം കൊണ്ടുവന്നതെന്നും പിന്നെ അതിനുശേഷം പിന്നെ പ്രബോധന ഗ്രന്ഥങ്ങൾ, ജോബ് മുതൽ വിസ്ഡം, അങ്ങനെയുള്ള പിന്നെ സങ്കീർത്തനങ്ങൾ, ഇതെല്ലാം അച്ഛനൊരു സമ്മറൈസ് ചെയ്ത് പോകുന്നുണ്ട്. ബേസിക്കലി ഇതാണ് ഈ ഒരു ചാപ്റ്റർ 16. ഇതിലൊരു ബേസിക്കലി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ദൈവശാസ്ത്ര പ്രമേയങ്ങളും അതേപോലെ തന്നെ ക്ഷമാ പ്രയർ, പിന്നെ അതിന്റെ ആ ഒരു കവനന്റ് എന്ന ആ ഒരു ഉടമ്പടിയുടെ ഒരു സ്ട്രക്ചർ, ഇങ്ങനെയുള്ള ഒരു കുറച്ച് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസിന് പോസിബിലിറ്റി ആയിട്ടുള്ളത്. താങ്ക് യു. താങ്ക് യു ജോജി. താങ്ക് യു. എനിക്ക് തോന്നുന്നു അടുത്തത് ആരാണ്? 18ാമത്തെ ചാപ്റ്റർ ആണ്, ജോൺ ആഡ്ലേഡിൽ നിന്ന്. നമുക്കിനി 2 എപ്പിസോഡും കൂടെ ഉള്ളൂ, 18ഉം 19ഉം. അതോടുകൂടി നമ്മുടെ ഈ 4 സെഷൻസ് കഴിയും. അടുത്തത് ജോൺ ആഡ്ലേഡിൽ നിന്നുള്ളത്. ഇദ്ദേഹമുണ്ടോ? ഉണ്ട്. അത് ക്യാമറയിൽ വരാമോ? ഞാനൊന്ന് തുടങ്ങട്ടെ. തുടങ്ങി. ഞാൻ കാണുന്നു. 18ാമത്തെ എപ്പിസോഡാണ്. ജോഷുവയുടെ പുസ്തകം ആണ്. അതിനെ കുറിച്ചാണ് ഇപ്പം പറയാൻ വരുന്നത്. നേരത്തെ അച്ഛൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചായിരുന്നല്ലോ. അപ്പൊ ജോഷുവയുടെ പുസ്തകം പറയുന്നത് 13ാം നൂറ്റാണ്ടിലാണ്, BC 13ാം നൂറ്റാണ്ടിലാണ് യഹൂദന്മാര് കനാൻ ദേശത്ത് പ്രവേശിച്ചത്. എന്നാൽ ഈ പുസ്തകം, ജോഷുവയുടെ പുസ്തകം എഴുതുന്നത് BC 6ാം നൂറ്റാണ്ടില് അവര് ബാബിലോൺ പ്രവാസ സമയത്ത് ആണ് അവര് ഈ പുസ്തകം വാമൊഴിയായിട്ട് വന്നിട്ടുള്ള ചരിത്രം അനുസരിച്ചാണ് ഈ പുസ്തകം എഴുതപ്പെടുന്നതെന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായങ്ങൾ. അതിൻ്റെ അകത്തിലെ 1ാമത്തെ അധ്യായത്തിനകത്തില് നമ്മൾ കാണുന്നത് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ്. അതിന് തൊട്ട് മുമ്പേ നമ്മൾ കാണും മോശയാണ് അത് അവർക്ക് റൂബൻ, ഗാദ്, മനേശയുടെ ഒരു അർത്ഥഗോത്രങ്ങള് ഇവർക്ക് ഓൾറെഡി കനാൻ ദേശത്തിന് ജോർദാന്റെ മറുകര ഏറിയ അവർക്ക് ഓൾറെഡി ലാൻഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ്, അതാണ് 1ാമത്തെ ചാപ്റ്ററിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2ാമത്തെ ചാപ്റ്ററിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജെറിക്കോ കോട്ട നോക്കുന്നതിന് വേണ്ടി ചാരന്മാരെ അയക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അതിൽ പ്രത്യേകമായിട്ട് റാഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ആ റാഹാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജെറിക്കോയിലെ ഈ
മന്ദിരങ്ങളിൽ അന്ന് അവരുടെ ദേവന്മാരുടെ മുമ്പിലൊക്കെ പ്രതിഷ്ഠ നടത്തുന്ന അത് അവരെ പുസ്തകത്തിനകത്തിൽ വിവരിക്കുന്നത് വേശ്യ എന്നാണ്. അവര് ഈ അവിടുത്തെ മന്ദിരങ്ങളിലും അല്ലെങ്കിൽ അവിടുത്തെ ദേവാലയങ്ങളിലും ഒക്കെ പൂജ ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീ ആയിരുന്നു. ഈ റാഹാബിന്റെ ഭവനത്തിലെ ചാരപ്പണി ചെയ്യാനെ കൊണ്ട് വന്ന അവരെ സംരക്ഷിച്ചു. അവരെ രക്ഷപ്പെടാനെ കൊണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരിൽ നിന്നും അവളൊരു ഉടമ്പടി, ഒരു വാഗ്ദാനം ചോദിക്കുകയാണ്. നിങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് എനിക്കറിയാം. നിങ്ങൾ ജെറിക്കോ കോട്ടയെ പിടിച്ചടക്കുവാനെ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നിങ്ങൾ ജെറിക്കോ കോട്ട പിടിച്ചടക്കുമ്പോൾ എൻ്റെ തലമുറയോട് അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തോട് നിങ്ങൾ ദയ കാണിക്കണമെന്ന് പറയുന്നു. ഇവര് വീണ്ടും ഇസ്രായേൽ ജനം ജെറിക്കോ കോട്ട പിടിച്ചടക്കുമ്പോൾ ഈ റാഹാബിനെയും കുടുംബത്തെയും രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമ ചരിത്രത്തില് മത്തായിയുടെ പുസ്തകത്തില് നമുക്കത് വിവരിക്കുന്നുണ്ട്. പിന്നെ 3-ാമത്തെ അധ്യായത്തിനകത്തില് ജോർദാൻ കടക്കുന്നതായിട്ടാണ് കാണുന്നത്. ജോർദാൻ നദി കടക്കുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു തയ്യാറെടുപ്പുണ്ടായിരുന്നു. വാഗ്ദത്ത കൂടാരം അല്ലെങ്കിൽ വാഗ്ദത്ത പേടകം ഇവരുടെ മുമ്പേ പോകും. പുരോഹിതന്മാര് ഈ ജോർദാന്റെ വെള്ളത്തിൽ കാല് വയ്ക്കുമ്പോൾ വെള്ളം രണ്ടായി വിഭജിക്കും. അവർക്ക് ഉണങ്ങിയ നിലത്തൂടെ പോകാൻ സാധിക്കും. അങ്ങനെയാണ് അവര് ജോർദാൻ കടക്കുന്നത്. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ, ജോർദാന്റെ വെള്ളം മല പോലെ ഉയർത്തിപ്പിടിച്ച ദൈവമെന്ന്. അതിപ്പോ ജോർദാന്റെ വെള്ളം ഒഴുകി വരുന്ന വെള്ളത്തെ മല പോലെ ഒരു സൈഡിൽ ഉയർത്തിപ്പിടിച്ചു. മറ്റ് തെളിഞ്ഞ നിലത്തിലൂടെ അവർക്ക് കയറിപ്പോകാൻ സാധിച്ചു. അന്ന് അച്ഛൻ ഈ ക്ലാസ് പറഞ്ഞപ്പോൾ അച്ഛൻ സൂചിപ്പിച്ചായിരുന്നു, ഇതേമാതിരി തന്നെ വെള്ളത്തെ വിഭജനം ചെയ്യുന്ന ചരിത്രങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ആദിയിലെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ അത് വെള്ളത്തെ വിഭജിച്ചതായിട്ട് അച്ഛൻ അന്ന് നമ്മളോട് പറഞ്ഞായിരുന്നു. രണ്ടാമതായിട്ട് ഇത് ചെങ്കടലിന്റെ വെള്ളത്തെ രണ്ടായി വിഭജിച്ചു. അങ്ങനെ വെള്ളത്തെ വിഭജിക്കുന്ന ഒരു ചരിത്രം പഴയ നിയമ ചരിത്രങ്ങളിൽ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കുന്നു. അതിൻ്റെ അകത്തിലെ പ്രത്യേകമായിട്ട് 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, ജോഷുവ ജനത്തോട് പറയുകയാണ്, 12 ഗോത്രങ്ങളെ അവരെ 12 ഗോത്ര പ്രമാണികളോട് പറയുന്നു, ജോർദാന്റെ വെള്ളത്തിൽ അല്ലെങ്കിൽ ജോർദാനിലെ വെള്ളത്തിൽ ഈ പേടകം നിന്ന സ്ഥലത്ത് നിന്നും 12 കല്ലുകൾ എടുത്ത് അതൊരു സ്മാരകമായിട്ട് അവരത് സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ജോർദാൻ അങ്ങനെ അവർ കടക്കുന്നു. അവിടെ നിന്ന് 12 കല്ലുകളെ എടുക്കുന്നു. ആ കല്ലുകളെ സഭയുടെ ഒരു ദേവാലയത്തെ ആയിട്ട് അത് പിന്നീട് അത് ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. 5-ാമത്തെ അധ്യായത്തിനകത്തില് ഇസ്രയേൽ ജനത്തിന് പരിച്ഛേദന നടത്തുകയാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഈ ഈജിപ്തിൽ നിന്നും ഈ ജനം വരുമ്പോൾ അന്ന് പരിച്ഛേദന നടത്തിയിരുന്നതാണ്. അതിനുശേഷം ആരും തന്നെ ഈ 40 വർഷക്കാലം ഒരു പുരുഷനും പരിച്ഛേദനം നടത്താതിരുന്നത് കൊണ്ട് മാത്രമല്ല, അവരുടെ പരിച്ഛേദനം ചെയ്തതിനു ശേഷം മാത്രമേ അവർക്ക് വാഗ്ദത്ത ഭൂമിയിലേക്ക് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാവൂ എന്നുള്ള ഒരു ഒരുക്കത്തിനായിട്ട് അവിടെ വെച്ച് അവരെ ഗിൽഗാൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജെറിക്കോയുടെ സമതല പ്രദേശത്ത് വെച്ച് എല്ലാവരുടെയും പരിച്ഛേദന കർമ്മങ്ങൾ നടത്തി അത് കഴിഞ്ഞിട്ടാണ് അവര് കനാൻ ദേശത്തോട്ട് പ്രവേശിക്കാനെ കൊണ്ട് പോകുന്നത്. അപ്പോ ഇനിയും നമ്മൾ 6-ാമത്തെ അധ്യായത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ജെറിക്കോയുടെ പതനത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജെറിക്കോയുടെ പതനം തന്നെ നോക്കി കഴിയുമ്പോൾ ജെറിക്കോ വളരെ സ്ട്രോങ് ആയിട്ട് നിർമ്മിച്ച ഒരു പട്ടണമായിരുന്നു. അതിന്റെ ചുറ്റുമതിലുകൾ ഉണ്ടായിരുന്നു. അപ്പോ അവരാരും അതിനെ പോയി ആക്രമിക്കുകയല്ല. യോശുവയോട് ദൈവം പറഞ്ഞതനുസരിച്ച് നിങ്ങൾ 6 ദിവസം ഇതിന്റെ ചുറ്റും നിങ്ങൾ സഞ്ചരിക്കുക,
അതിൽ കഴിഞ്ഞ് 7-ാം ദിവസം വീണ്ടും കാഹളം ഊതി കഴിയുമ്പോൾ, നിങ്ങൾ അട്ടഹസിച്ച് കഴിയുമ്പോൾ ഈ ശക്തമായിട്ടുള്ള ഈ മതിലുകളെല്ലാം ഇടിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. അതേമാതിരിയാണ് അവരങ്ങനെ സംഭവിച്ചത്. പക്ഷെങ്കിൽ അവിടെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, ഈ പട്ടണത്തിൽ ജീവനുള്ളതിനെ എല്ലാം നിങ്ങളെ കൊന്നുകളയണം, എല്ലാത്തിനെയും നശിപ്പിക്കണം, അവിടെ നിന്നൊന്നും എടുക്കരുത്. മാത്രമല്ല മരിച്ചതിനെ അല്ലെങ്കിൽ ജീവനില്ലാത്തതിനെയൊക്കെ തീയിട്ട് നശിപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കില് അവരിലെ ആഹാബ് എന്ന് പറയുന്ന എന്ന മനുഷ്യൻ അത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ആഹാബിന്റെ പാപത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നിഷിദ്ധമായ സാധനങ്ങളെ, വസ്തുക്കൾ അദ്ദേഹം എടുത്തുകൊണ്ട് വന്നു. അതിനുശേഷം 7-ാമത്തെ അധ്യായത്തിലെ കുടുംബത്തിന്റെ ഒരു നാശത്തെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തതിന്റെ ശിക്ഷയായി പാപത്തിന് പകരമായിട്ട് ആ ഭവനത്തിന് വലിയ നാശങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. 8-ാമത്തെ അധ്യായത്തിനകത്ത് നമ്മൾ കാണാൻ പറ്റുന്നത് ആയി പട്ടണത്തിന്റെ നാശമാണ്. ആയി പട്ടണത്തെ നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അത് തൊട്ട് 12 തൊട്ട് 24 വരെയുള്ള ചാപ്റ്ററുകളിലെല്ലാം ഇവരുടെ പ്രോപ്പർട്ടികളെ വിഭജിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ അതില് സ്വത്തുക്കളൊന്നും വിഭജിച്ച് കൊടുക്കാതിരുന്നത് അല്ലെങ്കിൽ ഓഹരി ലഭിക്കാതിരുന്നത് ലേവി കുടുംബത്തിനാണ്. അത് ചിലപ്പം ഒരു ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുണ്ട്. ലേവി കുടുംബത്തിന് ചില പട്ടണങ്ങൾ കൊടുത്തതല്ലാതെ പ്രത്യേകമായിട്ടുള്ള ഓഹരി അവർക്ക് ലഭിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 24-ാമത്തെ അധ്യായത്തില് ഇത് ജോഷുവയുടെ മരണവും അത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്ററിലായിട്ട് നമ്മൾ കടക്കുകയാണ്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് അഭിമുഖമായിട്ട് പറയാനുള്ളത്. താങ്ക് യു. ഇനി എന്താണ്, ഇനി നമുക്കൊരു ചാപ്റ്ററും കൂടെ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ആന്റണി ആണോ? അതെ ആന്റണിയാണ്. ആന്റണി. താങ്ക് യു ജോൺ, താങ്ക് യു സോ മച്ച്. 2 ചാപ്റ്റർ എടുത്തല്ലോ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമ്മൾ ചാപ്റ്റർ എപ്പിസോഡ് 19 പറയുന്നത് ഇപ്പം ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പം നമ്മുടെ ജോണച്ചൻ പറഞ്ഞതിന്റെയും അതുപോലെ നേരത്തെ ചേട്ടൻ പറഞ്ഞതിന്റെയും കണ്ടിന്യൂഷൻ ആണ്. ജോഷിയുടെ ബുക്കിന്റെ ഒരു എൻഡ് ആണ് നമ്മൾ എപ്പിസോഡ് 19 പറയുന്നത്. അപ്പൊ എപ്പിസോഡ് 19 അതിന്റെ മെയിൻ ഒരു ആമുഖം എന്ന് പറയുന്നത് ആക്ച്വലി ഈ വാദഗ്ധ നാട്ടിലേക്ക് ജോഷുവ ഇസ്രായേൽ ആൾക്കാരെയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പം അതിനൊരു 3 ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ബുക്കിൽ പറയുന്നത്. അതായത് വാഗ്ദത്ത നാട്ടിലേക്കുള്ള അവരുടെ പ്രവേശനം, അതുപോലെ തന്നെ അവര് ആ ദേശത്തിൽ എങ്ങനെയാണ് കീഴടക്കിയത്, അതുപോലെ തന്നെ ആ ദേശത്തിനെ വിഭജിച്ചു കൊടുക്കുന്നത്. 12 ഗോത്രങ്ങൾക്കും വേണ്ടി അത് വിഭജിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ 3 ഇതിനെ ജോഷുവയുടെ ബുക്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലത്തെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് ഈ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരുക്കം ആക്ച്വലി ഈ ജനങ്ങൾക്ക് വരണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ജോഷുവ അവരെ അങ്ങനെ ഒരുക്കിക്കൊണ്ടാണ് വരുന്നത്. അതാണ് മുന്നത്തെ എപ്പിസോഡുകളിലൊക്കെ പറയുന്നത്. കാരണം ഈ കാനാൻ ദേശത്തേക്ക് എത്തുന്നതോടനുബന്ധിച്ച് തന്നെ, കാരണം അവര് ഒരുപാട് വർഷങ്ങള് ഇതുപോലെ നമ്മുടെ മരുഭൂമികളെ നടന്നത് കാരണം തലമുറകളൊക്കെ കുറച്ച് മാറിപ്പോയി. അപ്പം പിന്നീട് ആ കാനാൻ ദേശത്തേക്ക് എത്തുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന തലമുറയല്ല. അപ്പം അവർക്ക് കുറച്ചൊക്കെ ദൈവത്തിനെ ഉള്ള വിശ്വാസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം അവരെ ഒന്ന് ഒരുക്കി കൊണ്ടുവരുന്ന ഒരു രംഗങ്ങൾ ഈ ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം ഈ ദേശങ്ങളെ വിഭജിക്കുന്നു. അപ്പൊ അത് മുന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട്. അതായത് അവര് കാനാൻ ദേശത്തിന് മുന്നേ തന്നെ റൂബൻ, ഗോദ്, അതുപോലെ മാഹിർ എന്ന് പറഞ്ഞ ദേശക്കാര് അതിന് മുന്നത്തെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോ, അതായത് ഒരു ഇസ്രായേൽ ജനം മോവാബ് ദേശത്തേക്ക് എത്തുന്ന സമയത്ത്, അതായത് അത് കാനാൻ ദേശത്തിന്റെ മുന്നുള്ള ഒരു സ്ഥലമാണ്. അവിടെ എത്തുന്ന സമയത്ത് അവര് ഒരു നല്ല സ്ഥലം കണ്ടു കഴിഞ്ഞപ്പം ആ സ്ഥലം ഞങ്ങൾക്ക് തരാമോ എന്ന് മോശയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ മോശ പറയുന്നുണ്ട്, ഓക്കെ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം തരാം, പക്ഷെ
ബാക്കി എല്ലാ ഗോത്രക്കാരും കാനാൻ ദേശത്ത് എത്തിയതിനു ശേഷം അവർക്ക് ഞാൻ സ്ഥലം വിധിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ സ്ഥലം ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ 3 ഗോത്രക്കാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മക്കളെയും അവരുടെ കന്നുകാലികളെയും, അവര് പൊതുവെ കന്നാലികളെ വളർത്തുന്ന അങ്ങനെ നോക്കി നടത്തുന്ന ഗോത്രക്കാരായിരുന്നു. അപ്പൊ അവരുടെ കന്നുകാലികളെ എല്ലാവരും അവരോട് നിർത്തിയതിനു ശേഷം ഗോത്രത്തിലത്തെ തലവന്മാർ മാത്രമാണ് പിന്നീട് കാനാൻ ദേശത്തേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് ആ സ്ഥലം വിഭജിച്ചു കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ വിഭജിച്ചു കൊടുക്കുന്നത് ജോസഫും അതുപോലെ ജൂദ, അവർക്കാണ് ആദ്യമായിട്ട് കാനാൻ ദേശത്ത് എത്തിയതിനു ശേഷം സ്ഥലം വിഭജിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ബാക്കി ഒരു 7.5 ഗോത്രങ്ങളും കൂടി ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള 7.5 ഗോത്രങ്ങൾക്ക് ഷീലോഹ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശം വിഭജിച്ചു കൊടുക്കുന്നുവെന്നാണ് ഈ ജോഷുവയുടെ പുസ്തകത്തിലെ തുടക്കം മുതൽ 21-ാമത്തെ അധ്യായം വരെ പറയുന്നത്. അപ്പൊ അതിൽ പിന്നെ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലേവ്യർ എന്ന് പറഞ്ഞ ഗോത്രത്തിന് സ്ഥലങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ആരാണ് വിഭജിച്ചു കൊടുത്തത്, അതുപോലെ തന്നെ എന്ത് ബേസിസിലാണ് അവർ വിഭജിച്ചു കൊടുത്തത്. അപ്പം ശരിക്കും വിഭജിച്ചു കൊടുത്തത് 2 പേരെന്നുള്ള രീതിയിലാണ് ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നത്. അത് ജോഷുവയും അതുപോലെ തന്നെ പുരോഹിതനായിട്ടുള്ള എലയാസർ എന്ന് പറയുന്ന ആളും കൂടിയിട്ടാണ് ഇതെല്ലാം വിഭജിച്ചു കൊടുത്തത്. അപ്പൊ വിഭജിച്ചു കൊടുക്കുമ്പോഴും അവർക്ക് നമ്മുടെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്നുള്ള രീതിയിലാണ്, അതിന്റെ മുന്നിൽ വെച്ചാണ് അവര് കുറിയിട്ടതിന് ശേഷം വിഭജിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഈ പുരോഹിതനായ ഏലയാസർ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വസ്ത്രം ധരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെ എഫോദ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു 1 വേർഡ് ആയിട്ട് ചോദിച്ചേക്കാം. എഫോദ് എന്ന് പറയുന്ന ഡ്രസ്സിനെ ഇപ്പൊ നമുക്കൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പടച്ചട്ട എന്നുള്ള രീതിയിൽ കൺസെപ്റ്റിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ രത്നങ്ങൾ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കാനായിട്ട് 12 രത്നങ്ങളും അതുപോലെ തന്നെ ഒരു കുരിശ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അതിലുണ്ടായിരുന്നു. അപ്പം അതിന് മുന്നിൽ വെച്ച് കുറിയിട്ടിട്ടാണ് ഇതിനെ വിഭജിച്ച് ഓരോ ആൾക്കാർക്ക് കൊടുത്തത്, ഗോത്രങ്ങൾക്ക് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പൊ കുറി ഇടുന്നതിന് ആ കുറിനെ ഗോറാൽ എന്നുള്ളൊരു പേരും പറയുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അതുപോലെ ഈ ജോഷുവയുടെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഈ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനം വരുന്ന സമയത്ത് ആയി എന്ന് പറഞ്ഞൊരു പട്ടണം പിടിച്ചെടുക്കാനായിട്ടാണ് അവർ ആദ്യം ശ്രമിച്ചത്. അപ്പൊ ആ പട്ടണത്തിന് വേണ്ടിയിട്ട് ജോഷുവ ആദ്യം യുദ്ധം ചെയ്യാൻ പോയി. അപ്പൊ അതൊരു കുഞ്ഞ് പട്ടണമായിരുന്നു. അപ്പം ജോഷു വിചാരിച്ചു നമുക്ക് പെട്ടെന്ന് അതിനെ കീഴടക്കാൻ പറ്റുമെന്ന്. അപ്പം പക്ഷെ അത് ആ യുദ്ധത്തിൽ ജോഷുവ പരാജയപ്പെടുവാണ്. അത് കഴിഞ്ഞിട്ട് അവര് ചിന്തിക്കും എന്തുകൊണ്ടാണ് ഞങ്ങള് പരാജയപ്പെട്ടത്, കാരണം നമ്മൾ ദൈവത്തിന്റെ ആൾക്കാരാണ്, പക്ഷെ എന്തുകൊണ്ട് പരാജയപ്പെട്ടെന്ന് പറയുമ്പം ഇതിന് മുന്നത്തെ എപ്പിസോഡിൽ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ആഖാൻ ജെറീക്കോ പട്ടണം പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഏത് സ്ഥലം പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഒരു സാധനങ്ങളും എടുക്കരുത് എന്നുള്ളൊരു റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ആഖാൻ ഈ ജെറീക്കോ പട്ടണം പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് കുറച്ച് വെള്ളിപ്പാത്രങ്ങളും അല്ലെങ്കിൽ സ്വർണത്തിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോയെന്നായിരുന്നു. അപ്പം അത് ദൈവത്തിന്റെ റൂൾസിന് എഗെയിൻസ്റ്റ് ആയത് കാരണം അതിനുള്ളൊരു ശിക്ഷയായിട്ടാണ് ഈ ആയി പട്ടണം ആദ്യത്തെ പ്രാവശ്യം യുദ്ധത്തിൽ പിടിച്ചെടുക്കാനായിട്ട് പറ്റാതിരുന്നത്. അതിനുശേഷം എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ആഖാനെ വധിക്കുന്നുണ്ട്, ആഖാൻ മരിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം വീണ്ടും യുദ്ധം ചെയ്തതിനു ശേഷമാണ് 2ാമത്തെ യുദ്ധത്തിലാണ് ആയി പട്ടണം പിടിച്ചെടുക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ജോഷുവയുടെ പുസ്തകത്തിൽ അതൊന്ന് പറഞ്ഞു തരുന്നതിന്റെ ഒരു ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയത് ദൈവത്തിന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ നമ്മൾ അതനുസരിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവം എല്ലാ കാര്യങ്ങളും തരും. അല്ല നമ്മൾ അതനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കും. അപ്പം അതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പഴയ നിയമത്തിലെ പൊതുവായിട്ടുള്ളൊരു തീം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ കാര്യങ്ങൾ ശരിക്കും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശിക്ഷിക്കുന്നു. അപ്പൊ അതാണ് ഒരു ഹിസ്റ്ററി അതിൽ പറയുന്നത്. പിന്നീട് പറയുന്നത് പിന്നീട് ഒരു അഭയകേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള അഭയ നഗരങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പം അഭയ നഗരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് 12 ഗോത്രക്കാർക്കും 12 ഗോത്രത്തിൽ 11 പേർക്കും സ്ഥലങ്ങൾ വീതിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് ഈ സ്ഥലങ്ങളുടെ ഒക്കെ ഒരു ഡിസ്ട്രിക്ട് എന്നുള്ള രീതിയിലാണ് അഭയകേന്ദ്രങ്ങൾ എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. പക്ഷെ ഈ അഭയകേന്ദ്രങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇസ്രായേൽ ജനത ആരെങ്കിലും ഇപ്പം അവര് മനസ്സറിയാതെ ഒരു തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ വേണം. അപ്പം ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാവാനായിട്ട് അവർക്ക് ഓടിപ്പോയിരിക്കാനായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ അഭയനഗരങ്ങളെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പം മനസ്സറിയാതെ ചെയ്യുന്ന തെറ്റുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ശിക്ഷ ലഭിക്കാതിരിക്കാനായിട്ട് അവർ അഭയനഗരങ്ങളിൽ രക്ഷ പ്രാപിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് അതിൽ വരുന്നുണ്ട്. പിന്നെ പറയുന്നത് ലേവി ഗോത്രത്തിന് ഇത് കിട്ടിയില്ല, അവർക്ക്
സ്ഥലം പ്രത്യേകിച്ച് കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന് മുന്നുള്ള എപ്പിസോഡുകളിൽ ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്, ഈ ലേവി ഗോത്രം എന്ന് പറയുന്നത് പുരോഹിതന്മാരുടെ ഒരു ഗോത്രമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ലേവി ഗോത്രത്തിൽ പെട്ട ആൾക്കാരെല്ലാവരും ദേവാലയവുമായിട്ട്, ദേവാലയ വൃത്തിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പം അവർക്ക് പ്രത്യേകമായ ഒരു നഗരത്തിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന്റെ, ആ ഗോത്രത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ ആവശ്യമില്ലാത്ത കാരണം അവർക്ക് കൊടുത്തില്ല. അപ്പൊ അവരുടെ ഒരു മെയിൻ ജോലി എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെ ദേവാലയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്ക് മറ്റെല്ലാ ഗോത്രങ്ങളുടെ സ്ഥലങ്ങളിലും പോയി താമസിക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു. അത് അവകാശം എന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ ഇവർ പുരോഹിത ദേവാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായ കാരണം എല്ലാ ഗോത്രക്കാരെയും എങ്ങനെ ബലി എങ്ങനെ കൊടുക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിനോട് കൂടുതൽ അടുക്കുന്നത്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് ഉള്ള ഒരു കഴിവുള്ളവരായിരുന്നു അവർ. അപ്പം അതുകൊണ്ട് അവർക്ക് എല്ലാ ഗോത്രങ്ങളിലും പോയി താമസിച്ച് പഠിച്ച ആൾക്കാരെ ഒരുക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. അത്രയും കാര്യങ്ങളാണ് ഈ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നീട് ഇതിന്റെ ഒരു സെക്കൻഡ് ഭാഗത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ ഇസ്രായേൽ ജനത വാഗ്ദത്ത നാട്ടിലേക്ക് കിടക്കുന്ന സമയമായപ്പോഴത്തേക്കും തലമുറകളൊക്കെ മാറി വന്നു. അപ്പൊ ആ തലമുറകൾക്ക് പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പണ്ടെങ്ങനെയാണ് മോശയുടെ സമയത്തൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ദൈവം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത്, എങ്ങനെയൊക്കെ ദൈവം സഹായിച്ചു അവരെ എന്നുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോയി തുടങ്ങിയിട്ടുള്ള ഒരു ജനതയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഒരു കൺസെപ്റ്റ് പറയുന്നത് സമാപന ശുശ്രൂഷ എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് ജോഷുവ ഇവര് വാഗ്ദത്ത നാട്ടിലെത്തിയ സമയത്ത് ഒരു സമാപന ശുശ്രൂഷ നടത്തുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ കാനാൻ ദേശത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ വിജാതീയരാണ് ഉണ്ടായിരുന്നത്. അവർക്ക് വിഗ്രഹാരാധനയും അല്ലെന്നുണ്ടെങ്കിൽ ബഹുദൈവ ആരാധനയൊക്കെ ഉണ്ടായിരുന്നവരാണ്. അപ്പം ഒരു ചിന്ത വരുന്നത് ഇപ്പം ഇസ്രായേൽ ജനത ഏകദൈവത്തിൽ മാത്രം വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. അവർ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ യൂഷ്വലി പറയില്ല, ഒരു പിയർ ഗ്രൂപ്പിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പം അവിടെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞു കഴിയുമ്പം എന്തുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളൊരു കൺസെപ്റ്റ് വരാം. അപ്പൊ അത് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അവര് മാറിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു ചിന്ത വന്ന സമയത്ത് സമാപന ശുശ്രൂഷ എന്നുള്ള രീതിയിൽ ജോഷു എല്ലാവരെയും വിളിച്ചു കൂട്ടി പറയുന്നുണ്ട്, നമുക്ക് ഇതെല്ലാം ഇങ്ങനെ, നമുക്ക് എന്തൊക്കെയാണ് ദൈവം തന്ന്, നമ്മൾ പാപത്തില് നമ്മൾ മറ്റു ദൈവങ്ങളെയൊക്കെ ആരാധിക്കുകയാണെങ്കിൽ നമ്മൾ പാപത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് കൊടുക്കുന്നത് അതാണ് സമാപന ശുശ്രൂഷ. അതുപോലെ തന്നെ ഈ ജോഷിയുടെ പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ഉടമ്പടിയുടെ നവീകരണം. അതായത് മോശയ്ക്ക് കൊടുത്ത ഉടമ്പടിയുടെ ഈ പറഞ്ഞ പോലെ വീണ്ടും തലമുറകൾ മാറി വന്ന കാരണം അവരെല്ലാവരും ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് വീണ്ടും ആ ഉടമ്പടിയെ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാം വിവരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ യാത്രകളിൽ നമ്മുടെ പൂർവികർക്ക് എല്ലാവരും എന്തൊക്കെ സഹായങ്ങളാണ് ദൈവം നമുക്ക് തന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് ഉടമ്പടിയുടെ നവീകരണം എന്നുള്ള ഒരു കൺസെപ്റ്റില് പറയുന്നത്. അപ്പം ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾ റെഡിയല്ല, എന്നാൽ അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ്, അസഹിഷ്ണുതനായ ദൈവമാണ്. നിങ്ങളുടെ പാപങ്ങളും അതിക്രമങ്ങളും എല്ലാം കാരണം നിങ്ങൾക്ക് ദൈവത്തിനെ വിസ്മരിച്ച് അന്യദേവന്മാരെ നിങ്ങൾ സേവിക്കുകയാണെന്നെങ്കിൽ നിങ്ങൾക്കെതിരെ അവിടുന്ന് തിരിയും. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടുത്തെ സേവിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പം അപ്പൊ ഉണ്ടാവുന്ന ഇസ്രായേൽ ജനത തിരിച്ചു പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, ഇല്ല, ഞങ്ങൾക്ക് പറ്റും, ഞങ്ങൾ കർത്താവിനെ വിട്ട് വേറെ എവിടേക്കും പോകില്ല എന്നുള്ളൊരു വാചകം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അവരെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജോഷുവയുടെ പുസ്തകത്തില് മൊത്തത്തിൽ പറയുന്നത്. എങ്ങനെ ആ ഒരു തലമുറയെ ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം, അവരെ പിന്നീട് എങ്ങനെ അവരുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. പിന്നെ അച്ഛനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പുറപ്പാട് പുസ്തകത്തിന്റെ പരിസമാപ്തി എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക് ജോഷുവയുടെ പുസ്തകത്തിലുള്ളത്. അതുപോലെ ഈ ജോഷുവയുടെ പുസ്തകത്തിൽ മെയിൻ ആയിട്ട് ഇവരുടെ യാത്രയെ കുറിച്ചൊക്കെ വിവരിക്കുന്ന കാരണം തന്നെ യാത്രയുടെ സുവിശേഷം എന്നും ഇതിനെ പറയുന്നുണ്ട്. അപ്പം ഇതിന്റെ എൻഡ് എന്ന് പറയുന്നത് ജോഷുവ ഇവരെല്ലാരെയും ഒരുക്കി, ഇവർക്ക് സമാപന ശുശ്രൂഷ കൊടുത്തു, ഉടമ്പടിയെ നവീകരിച്ചു. അതിനുശേഷം ജോഷുവയുടെ മരണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വരുന്നത്. പിന്നീട് ഇതിൽ ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്. ഇപ്പം ഈ വാഗ്ദത്ത നാട്ടിലേക്ക് കയറിയ സമയത്ത് ഗോത്രങ്ങളെ വിഭജിച്ചു കൊടുത്ത സമയത്ത് ജോസഫിനും യൂദയ ഗോത്രത്തിനുമാണ് ആദ്യമായിട്ട് വിഭജിച്ചു കൊടുത്തത്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂദയ നഗരത്തിന്റെ ഒരു
പ്രൈമസി അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സെൻട്രാലിറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ അങ്ങനെ പറയുന്നത്. കാരണം പണ്ടത്തെ എപ്പിസോഡുകൾ ഓർക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇസ്രായേൽ ജനതയെ രണ്ടായിട്ട് വിഭജിച്ച സമയത്ത് യൂദയ എന്ന് പറയുന്ന ഒരു ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഗോത്രമായിട്ടുണ്ടായിരുന്നത്. അവരെയാണ് ആക്ച്വലി പ്യുവർ ആയിട്ടുള്ള ഇസ്രായേലൈറ്റ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഇതും അതുപോലെ തന്നെ അവരാണ് ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഗോത്രം എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് പറയുന്നത്. യൂദയക്കാർക്ക് ആദ്യമായിട്ട് ജോസഫിനുമാണ് ആദ്യമായിട്ട് ഇത് വിഭജിച്ചു കൊടുത്തത്. അപ്പം അത്രയാണ് ഈ ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നത്. അതോട് കൂടിയിട്ട് ജോഷുവയുടെ പുസ്തകത്തിന്റെ ഒരുവിധം കാര്യങ്ങളെല്ലാം തീരുവാണ്. അത് കഴിഞ്ഞ് എപ്പിസോഡ് 20 കുറച്ച് കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇത്രയാണ് ഒരു മെയിൻ ആയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യങ്ങൾ, ദേശം എങ്ങനെ വിഭജിക്കുന്നു, ആർക്കൊക്കെ എന്തെല്ലാം കൊടുത്തു, പിന്നെ അഭയനഗരം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ലേവി ഗോത്രത്തിനൊന്നും ലഭിച്ചില്ല, പിന്നെ സമാപന ശുശ്രൂഷയും ഉടമ്പടിയുടെ നവീകരണവും. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാം ഏകദേശം എല്ലാവർക്കും ഒന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു ആന്റണി, നന്നായി. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ഒരു 19 ചാപ്റ്ററുകൾ നമ്മൾ ഇതോടുകൂടി കഴിയുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ phase 1 ആവശ്യമായ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ ഇതോടുകൂടി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒന്നുകൂടെയും എനിക്കൊന്ന് കുറച്ച് പേര് ഇവിടെ ബ്രിസ്ബനിലുള്ളവരൊക്കെ പരീക്ഷ എഴുതിയെന്ന് തോന്നുന്നു. മറ്റുള്ളവർക്കുള്ള പരീക്ഷ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 16-ാം തീയതിയാണ്, അത് വരുന്ന ഞായറാഴ്ച. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ അടുത്ത ക്ലാസ്സുകളുടെയൊക്കെ ഒരു ഓഡിയോ കൂടി നമ്മളിപ്പോൾ വിടുന്നുണ്ട്. പെട്ടെന്ന് ഈ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 3 ക്ലാസ്സുകൾ നമ്മൾ എന്തെല്ലാം സംസാരിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് അയച്ചിട്ടുണ്ട്. മറ്റേത് ഉടനെ തന്നെ ഈ വരുന്ന 1-2 ദിവസങ്ങളിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അതെല്ലാവരും അത് പ്രിപ്പയർ ചെയ്തിട്ട് 16-ാം തീയതി അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് അച്ഛൻ നേരത്തെ ഷെയർ ചെയ്തായിരുന്നു. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാൻ ശ്രമിക്കാം. അതായത് മെൽബൺ സമയം 12 മണിയാണ് 16-ാം തീയതി, അത് വരുന്ന ഞായറാഴ്ച. മെൽബൺ സമയം ഉച്ചയ്ക്ക് 12 മണി. ഞാൻ മനസ്സിലാക്കുന്നത് പെർത്തിൽ അത് 9 മണിയാണ്. അതുപോലെ തന്നെ ബ്രിസ്ബെയിനിൽ അത് 11 മണിയാണ്. അഡിലെയ്ഡിൽ അത് 11:30 മണിയാണ്. സിഡ്നിയിലും കാൻബറയിലും മെൽബണിലും ഒരേ സമയമാണ് 12 മണി. അപ്പം നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങളത് ഓർക്കണം. മെൽബണിലും സിഡ്നിയിലും കാൻബറയിലും അത് 12 മണിയാണ്. അഡിലെയ്ഡിൽ അത് 11:30 ബ്രിസ്ബെയിനിൽ 11 ആണ്. പെർത്തിൽ 9 മണി.